ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഒരു മനുഷ്യന്റെ ലൈഫിലേക്ക് കഷ്ടകാലം വരും, അത് സാധാരണയായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇമാതിരി കഷ്ടകാലം ഒരു മനുഷ്യന്റെ ലൈഫിൽ വരിക എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അമ്മാതിരി ഗതി കേട്ട ഒരു പോലീസ് ഇൻസ്പെക്ടർ ഒരു ദിവസം രാത്രി ഇയാൾക്ക് ഒരു 8ന്റെ പണി കിട്ടുകയാണ്. അതുകൊണ്ട് തീർന്നെന്ന് പറയുമ്പോൾ ദാണ്ടെ കിടക്കുന്ന അടുത്ത പണി, അതും കഴിഞ്ഞെന്ന് വെക്കുമ്പോൾ ദാണ്ടെ വരുന്നു പിന്നെയും പണി, പണിയോട് പണി, പണിയോ പണി. അവസാനം ഈ പണിയെല്ലാം ഇവനിട്ട് കൊടുത്ത ഒരാൾ വരുന്നുണ്ട്. അതൊരു മുതല് തന്നെയാണ്. ആ മുതലിന്റെ കയ്യിൽ പെട്ട് നമ്മുടെ കഥാനായകൻ പെടാപ്പാട് വിടുന്നുണ്ട്. അവസാനം വെച്ചൊരു ട്വിസ്റ്റും ഉണ്ട്. ഇത്രയും അനുഭവിച്ചതല്ലേ, അവൻ എന്തെങ്കിലുമൊക്കെ കിട്ടണ്ടേ? ആ കിട്ടാനുള്ള സാധനം അവസാനം അവന് കിട്ടുന്നുണ്ട്. എന്തായാലും നമുക്ക് നേരെ ഈ കഥയിലേക്ക് പോവല്ലേ. അടിപൊളിയാണ്, നല്ല ത്രില്ലിംഗ് ആണ്. കഥ നോണായി വരാൻ അല്ലെങ്കിൽ ആ ഒരു മെയിൻ വില്ലൻ വരാനായിട്ട് കുറച്ച് സമയം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സ്പീഡായിരിക്കും കഥയ്ക്ക്. അപ്പൊ ഓക്കെ, നമ്മൾ തുടങ്ങുകയാണ്. സിനിമയുടെ ആരംഭത്തിൽ കഥാനായകനായിട്ടുള്ള ഡിറ്റക്റ്റീവ് ഗൺസു ഇയാളങ്ങനെ ഭയങ്കര വേഗത്തിൽ എങ്ങോട്ടോ കാർ ഓടിച്ചു പോവുകയാണ്. ഇതേ സമയത്തിന് ഇയാളുടെ സിസ്റ്റർ വിളിക്കുന്നുണ്ട്. കോൾ അറ്റൻഡ് ചെയ്തു. ചേട്ടാ, എന്തെങ്ങനെ വൈകുന്നത്? ഇന്ന് അമ്മയുടെ ചടങ്ങും കാര്യങ്ങളും നടക്കുന്ന ദിവസമല്ലേ? അതായത് ഇവരുടെ അമ്മ മരിച്ചിട്ടുണ്ട്. അതിന്റെ ആ ഒരു ചടങ്ങും കാര്യങ്ങളും ഇന്നാണ് ശവടക്കൊക്കെ. അപ്പൊ ഈ ഒരു ദിവസമെങ്കിലും ചേട്ടനൊന്ന് നേരത്തെ വന്നൂടെ? ഇതും പറഞ്ഞ് പെങ്ങള് നന്നായിട്ട് ചീത്ത പറയാണ്. ഗൺസു ആണെങ്കിൽ ഫോൺ കട്ട് ചെയ്തിട്ട് വളരെ വേഗത്തിൽ കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പോകുന്ന സമയത്ത് റോഡില് ഒരു പട്ടിയെ കാണാണ്. വെറുതെ അതിനടിച്ചിട്ട് ആ ഒരു പാവം വെറുതെ തലയിൽ വെക്കണ്ടല്ലോ എന്ന് കരുതി കാർ ഒന്ന് ടേൺ ചെയ്യാണ്. അത് വലിയ അബദ്ധമായി പോയി. കാരണം ആ സൈഡില് ഇരുട്ടത്തായിട്ട് ഒരുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഇവന്റെ ദേഹത്ത് പോയിട്ടാണ് കാർ ഒരു കുത്തുകുത്തിയത്. ആകെ വെപ്രാളത്തില് ഡിറ്റക്റ്റീവ് ഗൺസു കാർ നിർത്തി ഓടിച്ചെന്ന് നോക്കുകയാണ് എന്താണ് അയാളുടെ അവസ്ഥ എന്ന്. എന്തായാലും വീണ് കിടക്കുന്ന ആള് സ്പോട്ട് ഔട്ടായിട്ടുണ്ട്, മരിച്ചു പോയിട്ടുണ്ട്. വേഗം തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ച് കാര്യങ്ങൾ പറയാമെന്ന് കരുതിയിട്ട് ഫോൺ എടുത്തപ്പോൾ ദാണ്ടെ പെങ്ങള് വീണ്ടും വിളിക്കുന്നു. കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ അത് പെങ്ങളായിരുന്നില്ല, ഗൺസുവിന്റെ മകളായിരുന്നു. ഭാര്യയില്ല, ഡിവോഴ്സ് ആയിട്ടുണ്ട്, ഒറ്റയ്ക്കാണ് കുഞ്ഞിനെ നോക്കുന്നത്. അപ്പൊ മോള് വിളിച്ചിട്ട് പറയാണ്, അപ്പ ഇന്ന് വരുമ്പോ ആ ഒരു ചോക്ലേറ്റ് കേക്ക് ഇല്ലെങ്കിൽ ഞാൻ ശരിയാക്കും കേട്ടോ. അങ്ങനെ നല്ല ലൈറ്റായിട്ട് ക്യൂട്ടായിട്ട് അപ്പനെ ഭീഷണിപ്പെടുത്തുകയാണ്. ഇതുകൂടെ ആയ സമയത്ത് ഡിറ്റക്റ്റീവ് ഗൺസു തീരുമാനിക്കുകയാണ് വെറുതെ ഒരു അപകടത്തിൽ ചെന്ന് ചാടണ്ട, പ്രശ്നമാവണ്ടല്ലോ. ഇതേ സമയത്ത് അതിലൂടെ ഒരു പോലീസിന്റെ കാറ് പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇരുട്ടത്ത് നിന്ന് ആ ഒരു ബോഡി വലിച്ചിട്ട് ഒരു കുറ്റിക്കാട്ടിന്റെ അങ്ങോട്ടേക്ക് വെക്കുന്നുണ്ട്. നോക്കുമ്പോൾ ആ ഒരു പോലീസുകാർ ഇതൊന്നും കണ്ടില്ല, അവരുടെ പാട്ടിന് പോവാണ്. ഇവർ പോയി കഴിഞ്ഞ സമയത്ത് ഗൺസും ഉണ്ടല്ലോ, ആ ഒരു ബോഡി നേരെ ഇയാളുടെ വാഹനത്തിന്റെ ഡിക്കിയിൽ കൊണ്ടുവന്ന് വെക്കുകയാണ്. എന്നിട്ടൊന്നും അറിയാത്തതുപോലെ കാർ ഓടിച്ചുകൊണ്ട് നേരെ വീട്ടിലേക്ക് പോകണം. പോകുന്ന വഴിയിൽ ദാണ്ടെ ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന അവസ്ഥയിൽ പോലീസ് ചെക്കിങ്. കാർ നിർത്തിച്ചു. ഇപ്പൊ പോലീസുകാർ വന്നിട്ട് ചെക്ക് ചെയ്യാണ്. സാറേ ഒന്ന് ഊതു, കുടിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതേ സമയത്തിന് ഗൺസ് പറയാണ്, എടോ ഞാനൊരു ഡിറ്റക്റ്റീവ് ആണ്. ഇതേ സമയത്തിന് ആ പോലീസുകാരൻ പറയാണ്, പൊന്നു സാറേ നിങ്ങൾ ഡിറ്റക്റ്റീവോ പോലീസോ അയച്ചോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഇതിലേക്കൊന്നും ഊതുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ സമയം ചെറുതായിട്ട് ചളിപ്പില് നമ്മുടെ ഡിറ്റക്റ്റീവ് ഗൺസ് പറയുന്നുണ്ട്, എടോ ഇന്ന് എന്റെ അമ്മയുടെ ഫ്യൂണറലാണ്, അതിന്റെ ആ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുകയെന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ ഒരു ഡിറ്റക്റ്റീവ് അല്ല, എന്നെ വെറുതെ വിട്ടൂടെ. ഇതേ സമയത്ത് തന്നെ ഈ പോലീസുകാരൻ വീണ്ടും പറയുന്നുണ്ട്, സാറേ ഒന്ന് ഊത്, ഞങ്ങളൊന്ന് നോക്കട്ടെ. ഇതേ സമയത്ത് തന്നെ വേറൊരു പോലീസുകാരൻ ഈ കാറിന്റെ ഒരു ഭാഗത്തായിട്ട് ചില്ല് പൊട്ടിയതായിട്ട് കാണുന്നുണ്ട്. മുന്നിൽ ചെറിയ ചെറിയ ആക്സിഡന്റ് ആയതിന്റെ പാടും. അപ്പൊ ഇയാൾ എന്തോ ഒപ്പിച്ചിട്ടാണ് വരുന്നത്. ഈ പറയുന്നത് പോലെ ഇയാൾ ഡിറ്റക്റ്റീവ് ആണ് എന്നുള്ളത് ഇവർക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഗൺസുവിനെ ഇവർ പുറത്തേക്ക് ഇറക്കുകയാണ്. എന്തോ ഒരു വശപ്പിശക്ക് തോന്നുന്നുണ്ട്. ഇപ്പൊ ഗൺസു ഇവന്റെ ആ ഒരു പോലീസുകാരാകുമ്പോൾ അവർക്ക് ആ ഒരു കോഡ് നമ്പർ ഉണ്ടാവുമല്ലോ, അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു വെപ്രാളത്തില് ഈ നമ്പർ തെറ്റിച്ചതൊന്ന് പറഞ്ഞു കൊടുത്തത് ഒരു നമ്പറായിട്ട് എക്സ്ട്രാ ആയിട്ട് പറയുന്നുണ്ട്. ഇതേ സമയത്തിന് പോലീസുകാർ ഇങ്ങനെ ഒരു കാറ് കാണുമ്പോൾ ചെക്ക് ചെയ്യാതിരിക്കില്ലല്ലോ. നേരെ ഇതിന്റെ ഡിക്കിയുടെ അടുത്തേക്ക് ചെന്നിട്ട് അതിന്റെ ആ ഒരു ഡിക്കി തുറക്കാൻ നിൽക്കുന്ന സമയത്ത് ഗൺസ് അങ്ങോട്ടേക്ക് ഓടിച്ചില്ലാണ്. ആ ഒരു സീനിയർ ഓഫീസർ ആയിട്ടുള്ള ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എന്റെ പെർമിഷൻ ഇല്ലാതെ എന്റെ വണ്ടി എങ്ങനെയാണെന്ന് ഈ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അലമ്പാക്കുകയാണ്. ഇതിനിടയിൽ എങ്ങനെയൊക്കെ ഈ പോലീസുകാർ ഇവനെ ഷോക്ക് അടിപ്പിച്ച് ബോധം കെടുത്തുന്നുണ്ട്. അങ്ങനത്തെ ആ ഒരു മെഷീൻ ഇവരുടെ കയ്യിലുണ്ടാവുമല്ലോ. ഇതേ നേരം തന്നെ ഡിറ്റക്റ്റീവ് ഗൺസു ഇവൻ വർക്ക് ചെയ്യുന്ന ആ ഒരു ഓഫീസിലേക്ക് പെട്ടെന്ന് റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ റെയ്ഡ് വരുന്നുണ്ട്. കാരണം ഈ ഓഫീസിൽ എന്തൊക്കെയോ അഴിമതി നടക്കുന്നുണ്ട്. ഈ ഒരു കൈക്കൂലി മേടിച്ചിട്ടുണ്ട്. ഇത് അറിഞ്ഞുകൊണ്ടാണ് ഇവർ ഇങ്ങോട്ടേക്ക് വന്നത്. വന്ന വാർഡ് തന്നെ സെർച്ചിങ് ആരംഭിച്ചു. ഡിറ്റക്റ്റീവ് ഗൺസുവിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുറെ പേരൊക്കെ അവിടെയുണ്ട്. ഇപ്പൊ ഗൺസുവിന്റെ ആ ഒരു ഷെൽഫ് ഇവർ കാണുകയാണ്. എല്ലാം ലോക്കർ വെച്ച് പൂട്ടിയിട്ടുണ്ട്. ഇതെന്തെങ്ങനെ പൂട്ടിയത്? ഇത് തുറക്കാൻ വേണ്ടി ആ ഒരു ഉദ്യോഗസ്ഥർ പറയാണ്. ഇതേ സമയത്ത് തന്നെ ഗൺസുവിനെ ട്രാഫിക് പോലീസ് പിടിച്ചിരിക്കുകയാണല്ലോ. ഇവർ അന്വേഷിച്ച് നോക്കിയപ്പോൾ ഇയാൾ ശരിക്കും ഒരു ഡിറ്റക്റ്റീവ് തന്നെയാണ്, ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ ഇപ്പോൾ ഗൺസുവിനോട് സോറിയൊക്കെ പറയുന്നത് സാറേ അറിയാതെ പറ്റിപ്പോയതാണ്, എന്തായാലും സാറ് പൊയ്ക്കോന്ന് പറയാണ്. ഡിക്കി തുറന്നു നോക്കിയില്ല ഭാഗ്യത്തിന്. അതുകൊണ്ട് പോലീസുകാർ ഈ ഒരു ബോഡിയും കണ്ടില്ല കേട്ടോ. അതുപോലെ ഗൺസുവിന്റെ ഓഫീസിലേക്ക് വന്നിട്ട് ഇവർ ആ ഒരു ഷെൽഫും കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ ആ ഷെൽഫിൽ നിന്നും കുറച്ച് പണം കിട്ടുകയാണ്. കൈക്കൂലിയായിട്ട് മേടിച്ചത് തന്നെയാണ്. ഇതേ സമയത്തിന് ഈ ഓഫീസിലെ ഈ ഡിറ്റക്റ്റീവ്സിന്റെ ഒരു ചീഫ് ഉണ്ടാവുമല്ലോ, ഇയാൾ വന്നിട്ട് പറയാണ്, നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് ഇവിടെ വന്നിട്ട് റെയ്ഡ് ചെയ്തത്, പെർമിഷൻ ഉണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് പറയാണ്, ഡോ നിങ്ങൾക്ക് മേലെയും ആരോപണമുണ്ട്, അതുകൊണ്ട് മിണ്ടാതെ ഒരു ഭാഗത്തിരുന്നോ അല്ലെങ്കിൽ പിടിച്ചകത്തിടും ഞങ്ങൾ. ഇയാൾക്ക് ഇപ്പൊ എന്തെങ്കിലും പറയാൻ പറ്റുമോ? പറഞ്ഞാൽ പെട്ടുവോ? ഇതേ സമയം തന്നെ ഡിറ്റക്റ്റീവ് ഗൺസു ഇയാളുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ ചടങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ ബോഡി അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഗൺസു ആകെ ടെൻഷനിലാണ്. കാറിലൊരു ബോഡി ഉണ്ട്, ഇതെന്താ ചെയ്യേണ്ടതെന്ന് തിരിയുന്നില്ല. അങ്ങനെ ഇപ്പോ അമ്മയുടെ ആ ഒരു ഡെഡ് ബോഡിയുടെ അരികിൽ വന്നിട്ട് ഇവനങ്ങനെ താഴെ ഇരിക്കുകയാണ്. ഇതിപ്പോ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി വല്ലാത്തൊരു അവസ്ഥയിൽ. ഇതേ സമയത്ത് ഗൺസുവിന്റെ കാലിന്റെ അടിയിലേക്ക് ഇങ്ങനെ എഴഞ്ഞെഴഞ്ഞു വരുന്ന ഒരു മിലിറ്ററിക്കാരന്റെ പാവ് വരുന്നുണ്ട്. അത് അങ്ങോട്ടേക്ക് വിട്ടത് അവന്റെ മകള് തന്നെയാണ്. എന്നാൽ നമ്മുടെ ഗൺസുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇവർക്ക് ആർക്കും
മനസ്സിലാവില്ലല്ലോ. മോളോട് പറയാണ് പൊന്നു മോളെ അപ്പുറത്തുനിന്ന് പോയി കളിക്കുക, അച്ഛൻ കുറച്ച് ടെൻഷനിലാണ്. പെണ്ണാകെ പേടിച്ചു പോയി. അവൾ അവിടെ നിന്ന് മാറിയിട്ട് മറ്റൊരു ഭാഗത്ത് പോയിട്ട് കളിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഡിറ്റക്റ്റീവ് ഗൺസുവിന്റെ ഓഫീസിൽ നിന്നും അവന്റെ ചീഫും ബാക്കി കൂടെ വർക്ക് ചെയ്യുന്ന ആ ഒരു ഡിറ്റക്റ്റീവ്സ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അമ്മയുടെ ആ ഒരു ബോഡിയുടെ അടുത്ത് നിന്ന് ആ ബോഡിക്ക് അതിൻ്റെതായ ആ ഒരു മര്യാദ ഇവർ കൊടുക്കുന്നുണ്ട്. അതായത് ആ ഒരു ചടങ്ങിന്റെ കൂടെ കുറച്ചു നേരം നിൽക്കുകയാണ്. എന്നിട്ട് ഇവരെല്ലാവരും പുറത്തേക്ക് പോയിട്ട് ഇവരുടെ ഓഫീസിലുണ്ടായിരുന്ന ആ ഒരു റെയ്ഡിനെ കുറിച്ച് ഗൺസുവിനോട് പറയാണ്. മാത്രമല്ല കൂടെ ഉണ്ടായിരുന്ന ഒരു ഓഫീസർ, അതായത് ഡിറ്റക്റ്റീവ് ചോ ഇപ്പോൾ ഗൺസുവിനോട് ചൂടാവുകയാണ്. നീ എന്തിനാടാ അവിടെ കാശ് വെച്ചത്? അത് കാരണമല്ലേ നമ്മളെല്ലാവരും ഇപ്പോൾ പെട്ടുപോയത്. ഇതേ സമയത്ത് തന്നെ ഗൺസ് പറയണു, ഓഹോ ഇപ്പൊ അങ്ങനെയായി, മേടിക്കുമ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചാണല്ലോ മേടിച്ചത്, അവസാനം ഇത് എന്റെ തലയിൽ ഇടാൻ നോക്കുകയാണോ? അങ്ങനെ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൂടുമ്പോൾ പെട്ടെന്ന് ചീഫ് അങ്ങോട്ടേക്ക് എത്തുകയാണ്. മാറിക്ക് രണ്ടുപേരും ഇവിടെ വെച്ച് വഴക്കൂടേണ്ട ആവശ്യമില്ല, ഈ വിഷയം എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, ഇതിന്റെ പുറത്ത് നിങ്ങളൊരു വഴക്കിട്ടൊരു പ്രശ്നമാക്കണ്ട. ഇതേ നേരത്താണ് നമ്മുടെ ഗൺസുവിന്റെ അനിയത്തി വന്ന് വിളിക്കുന്നത്. ചേട്ടാ വാ, ആ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങാനായിട്ടുണ്ട്. എന്തായാലും ദേഷ്യവും സങ്കടവും ഇതെല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ഗൺസ് നേരെ ഉള്ളിലേക്ക് പോവാണ്. അവിടെ അമ്മയുടെ ആ ഒരു ബോഡി ശവപ്പെട്ടി ഉണ്ടല്ലോ ഇതിന്റെ ഉള്ളിലേക്ക് വെക്കുന്നുണ്ട്. ഫാദറും തൊട്ടടുത്ത് തന്നെ ഉണ്ട്. പിന്നെ ഇപ്പൊ ഈ ശവപ്പെട്ടി മോഡേണല്ലോ, പ്രത്യേകതരം മരത്തിന്റെ മൂടി വെച്ച് മരത്തിന്റെ ആണി വെച്ചാണ് ഇത് അടിച്ചുറപ്പിക്കേണ്ടത്. ഇപ്പൊ ഒരു ഭാഗത്ത് ഫാദർ അടിച്ചുറപ്പിക്കുന്നുണ്ട്, മറുഭാഗത്ത് ഗൺസുവിനോടും അടിച്ചുറപ്പിക്കാൻ പറയാണ്. ഇതേ നേരം തന്നെ ഗൺസുവിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്. കൂടെ വർക്ക് ചെയ്യുന്ന ഓഫീസേഴ്സ് തന്നെയാണ് ഈ മെസ്സേജ് അയച്ചത്. അതായത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ചിലപ്പോൾ നിന്റെ വീട്ടിലും അതുപോലെ തന്നെ നിന്റെ വാഹനത്തിലും റെയ്ഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, വല്ല പണോ ബാക്കിയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റിക്കുമെന്ന് പറയാണ്. ഇത് കേട്ട സമയത്ത് ഗൺസ് ഒന്ന് കാളിപ്പോവാണ്. ഇവിടെ പണമല്ല ബാക്കിയുള്ള ഒരു കാര്യമല്ല വിഷയം, അതിലൊരു ബോഡി ഉണ്ട്. പെട്ടെന്ന് തന്നെ എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഗൺസ് മനസ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നേരെ പുറത്തു പോയിട്ട് ഈ മുകളിലേക്ക് അങ്ങനെ പൊന്തി നിൽക്കുന്ന ബലൂണില്ലേ, മറ്റേ ഗ്യാസ് നിറച്ച ബലൂൺ, അങ്ങനത്തെ ഒരു കൂട്ടം ബലൂണും മേടിച്ചിങ്ങനെ വരികയാണ്. ഈ കാര്യം ഗൺസുവിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന പോലീസുകാർ കാണുകയാണ്. ഇവര് വിചാരിക്കുകയാണ് ഇവൻ ഈ രാത്രി ബലൂൺ മേടിച്ച് എങ്ങോട്ടോ പോന്നേ, വട്ടായോ. എന്തായാലും പിന്നീട് ആരും കാണാതെ ഈ മോർച്ചറിയുടെ ഭാഗത്തായിട്ട് ഈ AC വിൻഡ് ഉണ്ടല്ലോ, ആ ഭാഗത്തേക്ക് ആരും കാണാതെ ചെന്ന് അതിന്റെ ആ ഒരു വിൻഡ് ഊരി മാറ്റിയിട്ട് അവിടെ നമ്മുടെ ഗൺസുവിന്റെ കുട്ടി കളിച്ചുകൊണ്ടിരുന്ന ആ ഒരു മിലിറ്ററിയുടെ പാവയുണ്ടല്ലോ അതിന് വെക്കുകയാണ്. മാത്രമല്ല ഈ പാവയുടെ കാലിന്റെ ഭാഗത്തായിട്ട് ചെറിയൊരു ചരട് പോലെ എന്തോന്ന് കെട്ടിവെച്ചിട്ടുണ്ട്. എന്താണ് ഗൺസുവിന്റെ പദ്ധതി എന്ന് അറിയില്ല കേട്ടോ. ഇതിനുശേഷം നേരെ മോർച്ചറിയിലേക്ക് ചെല്ലുകയാണ്. ഫാദറിനോട് പറയണം, ഫാദറെ അമ്മയുടെ കൂടെ ഞാൻ കുറച്ചു നേരം ഒന്ന് ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ. ആദ്യമൊന്നും ഫാദർ സമ്മതിച്ചില്ല, പിന്നെ കരഞ്ഞു പറഞ്ഞപ്പോൾ സമ്മതിക്കുകയാണ്. പോകാൻ സമയത്ത് ഫാദർ ചോദിക്കുന്നുണ്ട്, അല്ലടാ ഈ ബലൂൺ എന്തിനാണ്? അതൊന്നുമില്ല ഫാദറെ, മോൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ഇപ്പോൾ മോർച്ചറിയിൽ നിന്നും ഫാദർ പോയി കഴിഞ്ഞ ഉടനെ തന്നെ ഈ ബലൂൺ ഉണ്ടല്ലോ ഇത് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന CCTVയെ മറച്ചു വെക്കുകയാണ്. പിന്നീട് വേഗം തന്നെ മകള് കളിച്ചുകൊണ്ടിരുന്ന ആ ഒരു ബൊമ്മ ഉണ്ടല്ലോ അതിനെ റിമോട്ട് വെച്ച് കൺട്രോൾ ചെയ്യാൻ കഴിയും. ഇതിന് പതിയെ പതിയെ ആ ഒരു AC വിൻഡിലൂടെ പതിയെ പതിയെ ഇങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ ഇതൊരു പാവയാണല്ലോ, ഇതിങ്ങനെ മുന്നോട്ട് വരുന്നതിന്റെ ഇടക്ക് ഇത് സ്റ്റോപ്പായിട്ട് മിലിറ്ററി ബൊമ്മയെ പോലെ തന്നെ സൗണ്ടും കാര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ഇത് ആര് കേൾക്കാണ്? മോർച്ചറിയുടെ പുറത്തുണ്ടായിരുന്ന മോർച്ചറിയുടെ ഗാർഡ് കേൾക്കാണ്. ഇതെന്താ ഈ ഒച്ചപ്പാട് കേൾക്കുന്നത്? ഉള്ളിലാണെങ്കിൽ ലോക്കാണ്, അതായത് ഗൺസു വാതിൽ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ CCTV വഴി ഉള്ളിലത്തെ കാര്യങ്ങൾ നോക്കാന്ന് കരുതിയിട്ട് CCTV നോക്കുമ്പോൾ കാര്യങ്ങളൊന്നും കാണുന്നില്ല, കാരണം അവിടെ ബലൂണിലാണല്ലോ. എന്തായാലും ഗൺസുവിന് കാര്യമായിട്ട് എന്തോ ഒരു പദ്ധതിയുണ്ട്. ഇവൻ പ്ലാൻ ചെയ്തതുപോലെ തന്നെ AC വിൻഡിലൂടെ ആ ഒരു പാവ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. പാവയുടെ ആ ഒരു കാലിന്റെ ഭാഗത്തായിട്ട് ചെറിയൊരു ചരട് പോലെ എന്തോന്നും ഉണ്ടായിരുന്നില്ലേ, നല്ല ഉറപ്പുള്ള ചരടായിരുന്നു. ആ ചരട് ഇപ്പോൾ ഭയങ്കര ബലത്തിൽ അവരിങ്ങനെ വലിച്ചെടുക്കുകയാണ്. അതിന്റെ തുമ്പത്ത് എന്തായിരുന്നു എന്നല്ലേ, അവൻ കാറ് തട്ടി മുട്ടി മരിച്ചുപോയില്ല ഒരാള്. തൽക്കാലം നമുക്ക് ആ ഒരു ഡെഡ് ബോഡിയെ ജോജോ എന്ന് വിളിക്കാം, ചുമ്മാ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്തായാലും ഈ ജോജോയുടെ ബോഡി ഉണ്ടല്ലോ ആ ഒരു ചരട് വെച്ച് വലിച്ചെടുക്കുകയാണ്. നേരെ മോർച്ചറിയുടെ ഉള്ളിലേക്ക് ആ ഒരു ബോഡി വന്ന് വീണു. ഇതിനുശേഷം എന്താണ് ഗൺസു ചെയ്തതെന്നല്ലേ, അവന്റെ അമ്മയുടെ ആ ഒരു ശവപ്പെട്ടി ഉണ്ടല്ലോ അത് വീണ്ടും തുറന്ന് ഇതിന്റെ ഉള്ളിലേക്ക് ഈ ഒരു ബോഡി വെച്ചിട്ട് അത് ഭദ്രമായിട്ട് പൂട്ടി വെക്കുകയാണ്. എന്നിട്ട് പോയിട്ട് വാതിൽ തുറക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഈ വെച്ച ഡെഡ് ബോഡി, അതായത് ജോജോയുടെ ഡെഡ് ബോഡിയുടെ കീശയിൽ ഒരു ഫോൺ ഉണ്ടായിരുന്നു, ഇത് റിങ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇത് കേട്ട സമയത്ത് ഗൺസുവിന്റെ നെഞ്ചെന്നൊരു കാളിനെ ഇവൻ സകലമാന ദൈവങ്ങളെയും വിളിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും അതൊന്ന് ഓഫ് ആകുമെന്ന് പറഞ്ഞിട്ട്. അതേ സമയത്ത് തന്നെ ഫാദർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്തായാലും ഫാദർ എത്തുന്നതിന് മുന്നേ ആ ഒരു ഫോൺ ഓഫ് ആയിട്ടുണ്ട്. ഫാദർ വന്നു നോക്കുമ്പോൾ ഈ അടിച്ചു വെച്ച ആണികളുണ്ടല്ലോ മരത്തിന്റെ ആണ്, അതിലൊരെണ്ണം ചെറുതായിട്ട് ബ്രേക്ക് ആയി കിടക്കുന്നുണ്ട്. എന്നാൽ ഫാദർ ഇത് വലിയ കാര്യമൊക്കെ എടുക്കുന്നൊന്നുമില്ല. പിന്നെ ബാക്കിയുള്ള ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെയായി ആ ഒരു പെട്ടി കൊണ്ടുപോയിട്ട് കുഴിച്ചിടുകയാണ്. അതിന്റെ മേലെ മണ്ണ് വീണ് കഴിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞ ഗൺസുവിന് മനസ്സമാധാനമാവുന്നത്. എന്നാലും അവന്റെ ഉള്ളിൽ ഒരു കുറ്റബോധം, അമ്മയുടെ ആ ഒരു എന്താ പറയാ ശവപ്പെട്ടിയുടെ ഉള്ളിലാണല്ലോ ഇതുപോലെ ഒരാളുടെ ഡെഡ് ബോഡി വെച്ചിരിക്കുന്നത്, രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തതെങ്കിലും അവന്റെ ഉള്ളിൽ നേരിയൊരു കുറ്റബോധമുണ്ട്, ഒരു വിഷമമുണ്ട്. മാത്രമല്ല ഇതിന് ശേഷം ഈ ഗൺസു ഉണ്ടല്ലോ അവന്റെ കാറ് മനഃപൂർവ്വം മറ്റൊരു ട്രാഫിക് പോലീസ് ഓഫീസറുടെ കാറിനിട്ട് ഒരു കുത്തു കൊടുക്കുകയാണ്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൺസുവിന്റെ കാറിൽ ഓൾറെഡി ഇതുപോലെ ആക്സിഡന്റ് ആയതിന്റെ പാടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അത് ഈ ആക്സിഡന്റ് കൊണ്ടാണെന്ന് ബാക്കിയുള്ളവരോട് പറയണം. എന്തായാലും ഇതിനുശേഷം ഇവൻ നേരെ സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. ഈ സമയത്ത് സ്റ്റേഷനിൽ വെച്ച് എന്തോ ചില എക്സ്പെരിമെന്റുകൾ നടക്കുകയാണ്. പുതുതായിട്ട് ഈ സ്റ്റേഷനിലേക്ക് മേടിച്ച ചില വെപ്പൺസ് അതിന്റെ ആ ഒരു പരീക്ഷണങ്ങളാണ്. റിമോട്ട് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എന്തോ ഒരു ബ്ലാസ്റ്റിംഗ് മെറ്റീരിയൽ, ഇതൊക്കെ അപ്പോൾ അവിടെ വെച്ചിട്ട് പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു വിൻഡോയുടെ പിറകിൽ ഇരുന്നുകൊണ്ട് ഗൺസും കാണുന്നുണ്ട്. അങ്ങനെ ആ ഒരു റിമോട്ട് ഞെക്കിയ സമയത്ത് പെട്ടെന്ന് കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലോഷൻ തന്നെ അവിടെ നടക്കുന്നുണ്ട്. ഡിറ്റക്റ്റീവ്സ്, പോലീസുകാർ ഇവർക്കൊക്കെ ഇവരുടെ മിഷന്റെ ഇടയിൽ ഇതുപോലെയുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ
അല്ലെങ്കിൽ വെപ്പൺസ് ആവശ്യമാണ്. അതിന്റെ ആ ഒരു ടെസ്റ്റിംഗ് ആണ് ഇവിടെ വെച്ച് നടന്നത്. ഇതേ സമയത്ത് തന്നെ ഗൺസുവിന്റെ അടുത്ത് ബാക്കിയുള്ള അവന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇവരുടെ ചീഫ് വരികയാണ്. എന്നിട്ട് പറയാണ്, ദാണ്ടേ നമുക്കൊരു ക്രിമിനലിനെ പിടിക്കാണ്ട് പിടികിട്ടാ പുള്ളിയാണ്. ഫോട്ടോയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോ ഫോട്ടോ കിട്ടുകയാണ്. ഗൺസ് ഇപ്പൊ ആ ഒരു ഫോട്ടോ നോക്കിയപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം അവന്റെ വണ്ടി തട്ടിക്കൊണ്ട് ഒരുത്തൻ തട്ടിപ്പോയില്ലേ, ആ ആള് തന്നെയാണ് ഈ ഫോട്ടോയിലുള്ള ക്രിമിനൽ എന്ന് പറയുന്നത്. അതായത് ജോജോ എന്ന് പറയുന്നത് ഒരു ഒന്നാം തരം ക്രിമിനലാണ്. അവൻ എവിടെയാണുള്ളത്, ആ ഒരു ലൊക്കേഷനെ കുറിച്ചും ചീഫിന് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. സോ ആ ഒരു ഭാഗത്തേക്ക് ഇവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഗൺസു പോയിട്ട് എന്താ കാര്യം, അവൻ ഓൾറെഡി മരിച്ചു കഴിഞ്ഞല്ലോ. ഇനി പീന്റെ പിന്നാലെ പോയിട്ട് അവസാനം എല്ലാം കൂടി കറങ്ങി തിരിഞ്ഞ് എന്റെ തലയിലേക്ക് തന്നെ വരുമോ? അതുകൊണ്ട് ഇവൻ തിരിക്കാൻ നോക്കുന്നുണ്ട്. സാറേ വെറുതെ അങ്ങോട്ടേക്ക് പോകണ്ട, ഇത് ചിലപ്പോൾ റോങ് ഡയറക്ഷൻ ആണെങ്കിലോ. ഇപ്പൊ ചീഫ് ചോദിക്കാണ്, അതിന് നിനക്ക് എങ്ങനെ ആ കാര്യം അറിയാം, ഒന്നും മിണ്ടാതെ വാടാന്ന് പറഞ്ഞിട്ട് ഇവര് നേരെ ആ ഒരു സ്ഥലത്തേക്ക് എത്തി. പരിശോധിച്ച് നോക്കുന്ന സമയത്ത് വിചാരിച്ചതുപോലെ തന്നെ അവിടെ അവനില്ല, കാരണം അവൻ തട്ടിപ്പോയല്ലോ. പക്ഷേ അവന്റെ ഒരു ID കാർഡ് കിട്ടുന്നുണ്ട്. അതായത് അവൻ താമസിച്ച സ്ഥലം അത് ഇത് തന്നെയാണ്. അത് കൺഫേം ആയി. എന്തായാലും ഇപ്പൊ ആ ഒരു വീടിന്റെ പുറത്തേക്ക് വന്ന സമയത്ത് ഗൺസ് ഒരു കാര്യം കാണുന്നുണ്ട്. അന്ന് ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് റോഡരികിൽ ഒരു നായെ കണ്ടില്ല, അതേ സെയിം നായ. ആ നായ ഇപ്പൊ മുന്നോട്ടേക്ക് ഓടിപ്പോകുന്നുണ്ട്. അതിന്റെ പിന്നാലെ തന്നെ ഗൺസും പോവുകയാണ്. അതിപ്പോ ഒരു റോഡരികിലേക്ക് ചെന്ന് നിൽക്കുന്നുണ്ട്. ഇപ്പൊ ആ റോഡരികിലേക്ക് നമ്മുടെ ഗൺസും വന്ന് നിന്നപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലാവുന്നത്. അന്ന് രാത്രി ആക്സിഡന്റ് സംഭവിച്ച സ്ഥലം ഉണ്ടല്ലോ, അത് ഇത് തന്നെയാണ്. രാത്രി ആയതുകൊണ്ട് സ്ഥലത്തെക്കുറിച്ച് ഗൺസുവിന് വലിയ ധാരണയില്ലായിരുന്നു. പക്ഷേ സ്ഥലം ഇതാണ് 100% കൺഫേം ആയി. ഇതേ സമയത്ത് തന്നെ ഈ ഏരിയയിലെ ഒരു ലോക്കൽ പോലീസ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. എന്താ കാര്യം എന്ന് ഗൺസു ഇയാളോട് ഇപ്പൊ ചോദിച്ച സമയത്ത്, ഒന്നുമില്ല സാറേ, ചെറിയൊരു എൻക്വയറിക്ക് വേണ്ടി വന്നതാണ്. ഇവിടെ വെച്ച് 2 ദിവസം മുന്നേ ഒരു ആക്സിഡന്റ് നടന്നു എന്ന് എനിക്കൊരു കോള് വന്നു. അപ്പൊ കാറ് തട്ടി മരിച്ചുപോയി തോന്നുന്ന ആള് ആ ആളുടെ ബോഡി ഡിക്കിയിൽ ഇട്ടുകൊണ്ട് ഇവിടുന്ന് പോയി സാറേ. അങ്ങനെയാണ് ഇൻഫർമേഷൻ കിട്ടിയത്. ഇത് കേട്ട സമയത്ത് ഗൺസുവിന്റെ മനസ്സൊന്ന് പിടക്കുന്നുണ്ട്. കാരണം ആ ആള് മറ്റാരുമല്ല, അത് ഈ ഗൺസ് തന്നെയാണ്. അപ്പൊ ഇവൻ ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ ആരും ഒരാൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിലേക്ക് നോക്കിയപ്പോ ദാണ്ടെ അവിടെ ഒരു CCTV ഉണ്ട്. എന്തായാലും ഗൺസുവിന്റെ കൂടെയുള്ള പോലീസുകാര്, പ്രധാനമായിട്ടും ഡിറ്റക്റ്റീവ് ചോയി, ബാക്കിയുള്ള ആൾക്കാർ, ഇവരൊക്കെ ആ ഒരു CCTV പരിശോധിക്കാൻ തന്നെ തീരുമാനിച്ചു. ഗൺസുവിന്റെ കയ്യും കാലും കിടന്ന് വിറക്കാൻ തുടങ്ങുന്നുണ്ട്. അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് പരമാവധി അവർ അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാനായിട്ട് ഗൺസ് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഫുഡും കാര്യങ്ങളൊക്കെ മേടിച്ച് ഇവനായിട്ട് തന്നെ കൊണ്ടുപോയി കൊടുക്കുകയാണ്. ദാണ്ടെ ഇതൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞിട്ട്. എവിടെ ഇവന്മാർ ആ ഒരു വിഷ്വൽ തന്നെ കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് ആ ഒരു സമയത്ത് വിഷ്വൽ ചെക്ക് ചെയ്യുന്നുണ്ട്. ഗൺസുവിന്റെ ആ ഒരു കാർ ഇവർ കാണുന്നുണ്ട്. പക്ഷേ കാറിന്റെ നമ്പർ, അത് ഓടിക്കുന്ന ആ ആള്, ഇതൊന്നും വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നില്ല. വിഷ്വൽസ് ബ്ലർഡ് ആണ്. ഗൺസുവിന്റെ ഭാഗ്യം എന്ന് പറയാലോ. എന്തായാലും പോലീസുകാർക്ക് അത് അവനാണെന്ന് മനസ്സിലായില്ല. എന്നാൽ കൂടെ ഉണ്ടായിരുന്ന ഡിറ്റക്റ്റീവ് ചോയ് പറയാണ്, എടാ ഗൺസു, ഈ കാർ കണ്ടോ, ഇത് നിന്റെ അടുത്തുള്ള കാറിന്റെ അതേ മോഡൽ തന്നെയല്ലേ. എന്തൊരു കോയിൻസിഡൻസ് ആലേ. നല്ല കോയിൻസിഡൻസ് ആണ് എന്തെങ്കിലും മോളുന്നുണ്ട്. എന്തായാലും സമാധാനായി. വിഷ്വല് ബ്ലർഡ് ആണല്ലോ. അങ്ങനെ വീട്ടിലേക്ക് വന്ന സമയത്ത് അവിടെ തന്നെ സിസ്റ്ററുണ്ട്. സിസ്റ്റർ ആണെങ്കിൽ കുറെ ദിവസമായിട്ട് നമ്മുടെ ഗൺസുവിനോട് ഒരു കാര്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര ദിവസമായി ഞാൻ പറയുന്നു, എനിക്ക് ചെറിയൊരു റെസ്റ്റോറന്റ് തുടങ്ങണം, അതിനായിട്ടൊരു സ്ഥലം ഒപ്പിച്ചു കാണി. എന്റെ പൊന്നു പെങ്ങളെ ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ തലയിലേറ്റി നടക്കുകയാണ്. അതിന്റെ ഇടയിൽ നീ ഇമാതിരി തീട്ടക്കേസുമായിട്ട് വരില്ലേ. എന്തായാലും ഗൺസുവിന് അവന്റെ ആ ഒരു മനസ്സമാധാനം നഷ്ടമായി തന്നെ പറയാം. ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. സ്റ്റേഷനിലേക്ക് ചെന്നു. അവനിപ്പോ അവന്റെ കാറിന്റെ അതേ മോഡലുള്ള വേറെ കാറുകൾ ഏതൊക്കെയാ ഉള്ളത്, അത് ആരൊക്കെയാ ഓൺ ചെയ്യുന്നത്, ഇതിന്റെ ആ ഒരു ലിസ്റ്റിനെ കുറിച്ച് ചുമ്മാ ഒന്ന് പരിശോധിക്കുകയാണ്. ഇതേ സമയത്ത് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വരുന്നുണ്ട്. കോൾ എടുക്കുന്നത് ഗൺസു ആണ്. ഇതേ സമയത്ത് തന്നെ വിളിച്ച ആൾ പറയാണ്, സാറേ നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന ജോജോ എന്ന് പറഞ്ഞ ഒരു ക്രിമിനൽ ഉണ്ടല്ലോ, അവനെ ഞാൻ നേരിട്ട് കണ്ടു, അവൻ എവിടെയാണെന്ന് എനിക്കറിയാം. ഇതൊരു പ്രാങ്ക് കോൾ ആണെന്ന് പെട്ടെന്ന് തന്നെ ഗൺസുവിന് മനസ്സിലായി. കാരണം ഗൺസുവിന്റെ വണ്ടി തട്ടിയിട്ടാണല്ലോ ജോജോ മരിച്ചത്. പിന്നെ എങ്ങനെ ഈ വിളിച്ച ആള് ജോജോയെ നേരിട്ട് കാണുക. എന്തായാലും ഗൺസു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. എന്നാലും മറ്റേ ആള് വിളിച്ചോണ്ടേയിരിക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭയങ്കരമായിട്ട് ശല്യമായ സമയത്ത് ഗൺസു അവസാനം ഫോൺ എടുക്കുകയാണ്. നിങ്ങൾ എന്താണ് ആളെ പൊട്ടനാക്കുകയാണോ, വെറുതെ ഒരുമാതിരി പിരാന്ത് പിടിപ്പിക്കാൻ നിൽക്കരുത്. ഇതേ സമയത്ത് തന്നെ ഈ വിളിക്കുന്ന ആള് പറയാണ്, അതെ നിങ്ങൾ പൊട്ടനാവുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, കാരണം ഞാൻ കണ്ടു എന്ന് പറയുന്ന ആള് ഇപ്പൊ ജീവനോടെ ഇല്ലല്ലോ, അയാളെ കൊന്നത് നിങ്ങൾ തന്നെയാണല്ലേ. ഇത് കേട്ടപ്പോ വീണ്ടും ഗൺസു ഞെട്ടിപ്പോവാണ്. എന്തായാലും ഇതുപോലെ ഗതികെട്ട ഒരു പോലീസുകാരനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കേട്ടോ. എന്തായാലും ആ ഒരു തരിപ്പിൽ നിൽക്കുന്ന ആ ഗൺസു ഫോൺ കട്ട് ചെയ്ത് കളയാണ്. ആകെ പേടിച്ചു പോയിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ ഗൺസുവിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുടെ ആ ഒരു ടേബിളിലേക്ക് കോള് വരികയാണ്. എന്നിട്ട് ഫോൺ ഗൺസുവിനോട് കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഗൺസുവിന് അപ്പോഴും കൈയും കാലും വരക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു ഫോണുമായിട്ട് പതിയെ പുറത്തേക്ക് ഇറങ്ങാണ്. ഇതേ സമയത്ത് തന്നെ ആ വിളിക്കുന്ന ആള് പറയാണ്, അവിടെ വെച്ച് അന്ന് രാത്രി നടന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നേരിട്ട് കണ്ടു. ഇത് ഞാൻ ആരോടെങ്കിലും പറയാതിരിക്കാനായിട്ട് എനിക്ക് വേണ്ടി നീ ഒരു കാര്യം ചെയ്യണം. ചെയ്തു കഴിഞ്ഞാൽ ഒരു വിഷയമില്ല. എന്താ ഈ ഡീലിന് നീ ഓക്കെ ആണോ? ഇങ്ങനെ ഈ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ആള് വിളിക്കുന്ന സമയത്ത് ഇയാളുടെ ഫോണിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അതായത് പോലീസ് സ്റ്റേഷന്റെ ചുറ്റുവട്ടത്ത് നിന്ന് പോലീസുകാർ മാർച്ച് ചെയ്യുന്ന ആ ഒരു ശബ്ദം ഉണ്ടല്ലോ, ഇതൊക്കെ തന്നെ. അതായത് ഈ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഈ ആള് വിളിക്കുന്നത് വേറെ എവിടുന്നുമല്ല, ഈ ചുറ്റുവട്ടത്ത് എവിടുന്നോ നിന്ന് തന്നെയാണ്. കാരണം അയാൾ വിളിക്കുമ്പോൾ ഈ പോലീസുകാരുടെ സൗണ്ടും മാർച്ച് സൗണ്ടും ഇതെല്ലാം കേൾക്കുന്നുണ്ട്. ഇപ്പൊ പെട്ടെന്ന് അവിടുന്ന് ഒരാള് ഒരു ടാക്സി കാറിൽ കയറി പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഗൺസുവിന് സംശയമാകുന്നുണ്ട്. എന്നാൽ 100% ഇത് അയാൾ തന്നെയാണെന്ന് ഉറപ്പിക്കാനും പറ്റുന്നില്ല. അങ്ങനെ ആ ഒരു ടാക്സി കാറിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് ഒരു ട്രാഫിക് ജാമിൽ പെട്ടുപോവാണ്. ഒരു 3-4 കാർ മുന്നിലായിട്ടാണ് മറ്റേ ആൾ പോയിട്ടുള്ള ആ ഒരു കാർ ഉള്ളത്. എന്നാലും അയാളാണ് എന്ന് 100% കൺഫേം ചെയ്യാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിലല്ലേ ഇപ്പൊ ഇറങ്ങി ചെന്ന് അയാളെ പിടിക്കാൻ പറ്റുള്ളൂ. ഇതേ സമയത്ത് തന്നെ ട്രാഫിക് ജാം മാറി കാർ മുന്നോട്ടേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത്
ഈ കാറിന്റെ ഉള്ളിലുണ്ടായിരുന്ന ആള് ഡ്രൈവറോട് പറയാണ് കാർ ഒരിത്തിരി നേരം ഒന്ന് നിർത്തുന്നു. ഇതേ സമയത്ത് തന്നെ ഗൺസുവിന് ഒരു മെസ്സേജ് വരുന്നുണ്ട്. ആ മെസ്സേജിൽ ഒരു കാര്യം എഴുതിയിട്ടുള്ളത് ഈ കാറിലുള്ളത് ഞാൻ തന്നെയാണ്, പറ്റിയെങ്കിൽ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ 100% കൺഫേം ആയില്ലേ. ഗൺസു ഇപ്പൊ കാറിന് പുറത്തേക്ക് ഇറങ്ങി ഓട്ടി വരുന്നുണ്ട്. അവന് പിടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഒരു രക്ഷയില്ല. ആ ഒരു കാർ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോ ഈ ഗൺസുവിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ ഇയാളുണ്ടല്ലോ, ഈ ബ്ലാക്ക് മെയിൽ ചെയ്ത ആള് കാണിക്കാണ്. അയാളിപ്പോ നന്നായിട്ട് വെൽ ഡ്രസ്ഡ് ആയിട്ട് കൊണ്ട് തന്നെ ഇയാളുടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്, ഇയാളും ഒരു പോലീസുകാരനാണ്. ഇയാളുടെ പേരാണ് ഡിറ്റക്റ്റീവ് പാർക്ക് മിന്ന്. അത്യാവശ്യം ആരോഗ്യമുള്ള, അത്യാവശ്യം പൊക്കമുള്ള ഒരു പോലീസുകാരൻ തന്നെയാണ് കേട്ടത്. എന്തായാലും ഇയാളുടെ ഡ്യൂട്ടിക്കായിട്ട് നേരെ ഓഫീസിലേക്ക് പോകുന്നുണ്ട്. ഇതേ സമയത്തിന് ഗൺസുവിനോട് അവന്റെ കൂട്ടുകാരായിട്ടുള്ള ഓഫീസർമാർ ചോദിക്കുന്നുണ്ട്, അല്ലടാ നിന്റെ കാറിന്റെ ഈ പാർട്സ് എല്ലാം പുതിയതാണല്ലോ, എന്താ പറ്റിയത്? ഇപ്പൊ ഗൺസു കാര്യങ്ങൾ പറയണ്, എടാ ഞാൻ പറഞ്ഞില്ല എന്റെ കാറ് പോയിട്ട് മറ്റൊരു പോലീസുകാരന്റെ കാറിൽ കുത്തി, അങ്ങനെ മാറ്റിയതാണിത്. പക്ഷെ ആ ഒരു ആക്സിഡന്റ് ഗൺസു മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ്. ഇതുപോലെ ഇവര് ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട്. എന്തായാലും ഗൺസു ഇപ്പോ അവന്റെ കാറിൽ പോയിരിക്കുകയാണ്. ഇതേ സമയത്തിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ആ ആള് വീണ്ടും വിളിക്കുന്നുണ്ട്. എന്നാൽ ഇയാളുടെ സംസാരത്തിൽ നിന്നും ഗൺസുവിന് ഒരു കാര്യം മനസ്സിലായി. അന്ന് ആക്സിഡന്റ് ആയിട്ട് അയാളുടെ ബോഡി കാറിന്റെ ഡിക്കിയിൽ ഇട്ട് കൊണ്ടുപോയത് മാത്രമേ ഇയാൾ കണ്ടിട്ടുള്ളൂ. ബാക്കി അതിനുശേഷം എന്താ സംഭവിച്ചത്, ആ ബോഡി എന്താണ് ഗൺസു ചെയ്തത് എന്നതിനെ കുറിച്ച് ഈ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ആൾക്ക് ഒരു ധാരണയില്ല. അത് അയാൾ കണ്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തിനാ പേടിക്കുന്നതെന്ന് ഇപ്പൊ ഗൺസു വിചാരിക്കുകയാണ്. ഇനിയിപ്പോ ഇയാൾ വന്നിട്ട് പറയാണ് ഞാനിങ്ങനെ ആക്സിഡന്റ് ആക്കി, അയാളെ കൊന്നു പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ, തെളിവില്ലല്ലോ, ആ ബോഡി വേണ്ടേ, അപ്പൊ പിന്നെ ഞാൻ എന്തിനാണ് പേടിക്കുന്നത്, നീ ഒന്ന് പോടാന്ന് പറഞ്ഞിട്ട് ഇയാളെ ബ്ലാക്ക് മെയിലിന് ഒരു എന്താ പറയാ വിലയും കൊടുക്കുന്നില്ല. ഇയാളെ പുച്ഛിച്ചിട്ട് ഇയാൾ വിളിക്കുന്ന കോളൊന്നും അറ്റൻഡ് ചെയ്യുന്നുമില്ല. ഇയാൾ എത്ര തവണ വിളിച്ചാലും അതൊക്കെ വെറുതെ ചുമ്മാ അങ്ങോട്ട് തള്ളി വിടുകയാണ് നമ്മുടെ ഗൺസു. കാരണം ഇയാളെ എങ്ങനെയൊക്കെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ ആകെ കലി കയറിയ ഈ ഒരു ഓഫീസർ, അതായത് ഡിറ്റക്റ്റീവ് പാർക്ക് മിന്ന് നേരെ ഈ ഓഫീസിലേക്ക് കയറി വരികയാണ്. എന്നിട്ട് നമ്മുടെ ഗൺസുവിന്റെ അടുത്തേക്ക് വന്നിട്ട് എന്തടാ നായ ഫോൺ എടുക്കാത്തതെന്ന് സ്വകാര്യത്തിൽ പറഞ്ഞ് അവിടെ വെച്ച് അവനെ നല്ല അടിയാണ്. ഒരു പോലീസുകാരൻ സ്റ്റേഷനിലേക്ക് വന്നിട്ട് മറ്റൊരാളെയാണ് ഈ തല്ലുന്നത്. ഇപ്പൊ ബാക്കിയുള്ള ഓഫീസർമാരൊക്കെ അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് പിടിച്ചു മാറ്റുന്നുണ്ട്. സാറേ ഇയാളൊരു ഓഫീസറാണ്, അല്ലാതെ ക്രിമിനൽ അല്ല. ഓ സോറി കേട്ടോ, മാറിപ്പോയി, ഞാൻ ഇവന്റെ ആ ഒരു നിൽപ്പും ഭാവം ആ ഒരു നോട്ടം കണ്ടപ്പോ അറിയാതെ അടിച്ചു പോയതാണ്, സോറി കേട്ടോ, സോറി എന്നിപ്പോ ഈ പാർക്ക് മിന്ന് നമ്മുടെ ഗൺസുവിന് നോക്കിയിട്ട് ക്ഷമ ചോദിക്കുകയാണ്. എന്ന ആള് മാറിയിട്ടല്ല, കൊടുക്കാനുള്ളത് അതുപോലെ തന്നെ കൊടുത്തിയാണെന്ന് നമ്മുടെ ഗൺസുവിന് നന്നായിട്ട് അറിയാം. എന്നാലും ഈ പാർക്ക് മിന്നോട് ബാക്കിയുള്ള ഓഫീസർ എന്തുകൊണ്ട് മോശമായിട്ട് പെരുമാറിയില്ല? അതിന്റെ കാരണം ഇവരൊരു കൈക്കൂലി കേസിൽ ആകെ പെട്ടുപോയി എന്ന് പറഞ്ഞില്ലേ. അന്ന് ഇവരെല്ലാവരെയും രക്ഷപ്പെടുത്തിയത് ഇയാൾ തന്നെയാണ്. അതായത് ഡിപ്പാർട്ട്മെന്റിൽ നല്ല ഹോൾഡുള്ള ആളാണ് ഈ ഡിറ്റക്റ്റീവ് പാർക്ക് മിന്ന്. എന്തായാലും പാർക്ക് മിന്നിനെയും കൂട്ടിയിട്ട് ഗൺസു ഇപ്പൊ നേരെ ടോയ്ലറ്റിന്റെ ഭാഗത്തേക്ക് ചെല്ലുകയാണ്. മാത്രമല്ല ഗൺസുവിന് ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, അവന് വിളിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ആ ആള് അത് മറ്റാരുമല്ല, ഈ ഹോൾഡുള്ള ഡിപ്പാർട്ട്മെന്റിൽ നല്ല ഹോൾഡുള്ള ഡിറ്റക്റ്റീവ് പാർക്ക് മിൻ സു തന്നെയാണ്. എന്തായാലും ബാത്റൂമിലേക്ക് വന്ന സമയത്ത് പാർക്ക് മിൻ സുവിനെ കണ്ട സമയത്ത് ഗൺസു ചോദിക്കുകയാണ്, പറ നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഇതേ സമയത്ത് തന്നെ പാർക്ക് മിൻ പറയാണ്, ആഹാ ഇപ്പോഴാണടാ നീ പോയിന്റിലേക്ക് വന്നത്, അങ്ങനെ നമ്മുടെ വഴിക്ക് വാ, എനിക്ക് വേണ്ടത് നീ മറച്ചു വെച്ച ആ ഒരു ബോഡിയാണ്, അത് കിട്ടിക്കഴിഞ്ഞാൽ എന്റെ എല്ലാ പ്രശ്നവും തീരും. ഇത് കേട്ട സമയത്ത് ഗൺസുവിന് നന്നായിട്ട് പിരികേറുകയാണ്. കുറച്ച് ദിവസമായിട്ട് ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു ഫ്രസ്ട്രേഷൻ അവൻ ഇവിടെ വെച്ചങ്ങോട്ട് തീർക്കുന്നുണ്ട്. അതായത് സീനിയർ ഓഫീസറാണെന്ന് നോക്കുന്നില്ല, പാർക്ക് മിന്നിനെ ആ ഒരു ബാത്റൂമിലിട്ട് നല്ല ഇഞ്ച കുത്തുകുത്തുന്നുണ്ട്. അടി കൊണ്ട് ഒരു പരുവായ സമയത്ത് പാർക്ക് മിൻ പറയുന്നുണ്ട്, അയ്യോടാ തല്ലല്ലേ ഇനി തല്ലല്ലേ, ഇനി ഞാൻ നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യില്ല, ഞാൻ നിന്നെ വെറുതെ വിട്ടോളാം. അതേ സമയത്ത് തന്നെ വലിയ ആളെ പോലെ ഗൺസ് മുന്നോട്ടേക്ക് വന്നിട്ട് എങ്ങനെ ഇരിക്കും എന്നോട് കളിച്ചാലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ടോയ്ലറ്റ് ഉണ്ടല്ലോ അതിന്റെ ഉള്ളിലേക്ക് കയറിയ പാർക്ക് മിന്ന് അവൻ അതിന്റെ ഉള്ളിലേക്ക് വല്ല പൂച്ചയുണ്ടല്ലോ ഇതിനെ വലിച്ചെടുക്കുന്ന പോലെ ഒരു ഏറ്റാ വലിയാണ്. അതായത് ഇത്രയും നേരം പാർക്ക് മിന്ന് അവിടെ ഇരുന്ന് അടി കൊണ്ടത് വെറുതെ ഒരു ഷോ മാത്രമായിരുന്നു. ഇപ്പൊ ഈ ബാത്റൂമിന്റെ ഉള്ളിലേക്ക് അവനെ വലിച്ചിട്ടിട്ട് നല്ല പെട കൊടുക്കുകയാണ്. എന്നിട്ട് ഗൺസുവിന്റെ തലയുണ്ടല്ലോ ക്ലോസറ്റിന്റെ ഉള്ളിലേക്ക് തിരികെ വെച്ചിട്ട് കുറച്ചു നേരം അങ്ങനെ തന്നെ ഹോൾഡ് ചെയ്യാണ്. ആ തീട്ട വെള്ളത്തിൽ അവൻ ശ്വാസം മുട്ടി അങ്ങനെ പടയാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവന്റെ തല പുറത്തേക്ക് വലിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അവനോട് പാർക്ക് മിന്ന് പറയാണ്, നാളെ വൈകുന്നേരം അതിന്റെ ഉള്ളിൽ ആ ഒരു ബോഡി എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ പറയണ്ടല്ലോ, ഡിപ്പാർട്ട്മെന്റിൽ നിന്റെ ജോലി ഉണ്ടാവില്ല, നീയും ഉണ്ടാവില്ല, നീ തീർന്ന് പറഞ്ഞതുപോലെ നാളെ വൈകുന്നേരം ആ ഒരു ബോഡി എനിക്ക് കിട്ടിയിരിക്കണം. ഇപ്പൊ ശരിക്കും നമ്മുടെ കഥാനായകനായിട്ടുള്ള ഗൺസു നിക്കറിൽ വരെ മുള്ളിപ്പോവാണ്. ഇമാതിരി ഒരു ഐറ്റത്തിനോടാണോ നേരത്തെ അവിടെ കിടന്ന് ചൊറിഞ്ഞുകൊണ്ട് ഇരുന്നത്. ഇവനാകെ പിടിച്ച് നേരെ അമ്മയുടെ ആ ഒരു ശവക്കല്ലറയുടെ അടുത്തേക്ക് എത്തുകയാണ്, കുഴി മാന്താണ്. മാത്രമല്ല ശവപ്പെട്ടിയുടെ ഉള്ളിൽ നിന്നും ജോജോ എന്ന് പറഞ്ഞ ആ ഒരു ക്രിമിനലിന്റെ ബോഡി പുറത്തേക്ക് എടുക്കുന്നുണ്ട്. ഈ ഒരു ബോഡിക്ക് വേണ്ടിയിട്ട് പാർക്ക് മിന്ന് ഇങ്ങനെ വരണമെങ്കിൽ ഇതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു ഡെഡ് ബോഡി ഗൺസു നന്നായിട്ട് പരിശോധിക്കുന്നുണ്ട്, അവന്റെ ആ ഒരു ഷർട്ടൊക്കെ മാറ്റി നോക്കിയിട്ട്. ഇപ്പോഴാണ് അവനൊരു കാര്യം കാണുന്നത്, ഈ ഒരു ജോജോയുടെ ബോഡിയിലായിട്ട് 2 ബുള്ളറ്റ് കയറിയതിന്റെ ആ ഒരു പാട്. അതായത് ഇയാൾ മരിച്ചിരിക്കുന്നത് നമ്മുടെ ഡിറ്റക്റ്റീവ് ഗൺസുവിന്റെ ആ ഒരു കാറിന്റെ ഇടികൊണ്ടല്ല, ഓൾറെഡി ഇയാളുടെ ദേഹത്തേക്ക് ബുള്ളറ്റ് കയറിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇയാൾ മരിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ പിന്നിൽ എന്തോ ഒരു മിസ്റ്ററി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗൺസു ഉണ്ടല്ലോ നേരെ പോകുന്നത് ഈ ഒരു ജോജോ ഇയാൾ താമസിക്കുന്ന ആ ഒരു പഴയ ഷെഡ് ഉണ്ടല്ലോ അങ്ങോട്ടേക്കാണ്. അവിടെ എത്തി കുറെ കാര്യങ്ങൾ പരിശോധിക്കുന്നതിനിടയിൽ ഒരു ഡീറ്റെയിൽ ഇപ്പോ ഗൺസുവിന് കിട്ടുന്നുണ്ട്. ഒരു വലിയ ഡീറ്റെയിൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു ബാങ്കിന്റെ ഡീറ്റെയിൽ ആയിരുന്നു അതിന്റെ ആ ഒരു വിസിറ്റിംഗ് കാർഡ്. അതുപോലെ തന്നെ ഈ ജോജോയുടെ ഫോൺ അവന്റെ ആ ഒരു ഡെഡ് ബോഡിയിൽ നിന്ന് കിട്ടുകയാണ്. അതന്ന് സ്വിച്ച് ഓഫ് ആയിട്ട് അവന്റെ ഡെഡ് ബോഡി ഉണ്ടായിരുന്നല്ലോ, ഇത് ചാർജിനിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ചാർജായി. അതേ സമയത്ത്
തന്നെ അതിലേക്ക് ഒരു കോള് വരുന്നുണ്ട്. ആ കോൾ ഇപ്പോ നമ്മുടെ ഗൺസു അറ്റൻഡ് ചെയ്യാണ്. വിളിച്ചത് ഈ ജോജോയുടെ ഒരു ഫ്രണ്ട് ആയിരുന്നു. ഡാ നീ ചത്തില്ലേ, എത്ര ദിവസമായി ഞാൻ വിളിക്കുന്നത്, ഞാൻ വിചാരിച്ചു ആ പാർക്കിമിന്റെ കയ്യിൽ നീ പെട്ടുപോയിന്ന്. സത്യം പറയുകയാണെങ്കിൽ നീ ചത്തു തന്നെയാണ് ഞാൻ കരുതിയത്. എന്നാൽ കുറച്ചേരം സംസാരിച്ചിട്ടും റെസ്പോൺസ് ഒന്നും വരാത്തതുകൊണ്ട് ഈ ജോജോയുടെ കൂട്ടുകാരനുണ്ടല്ലോ കോള് കട്ട് ചെയ്യണം, എന്തോ ഒരു പന്തിയേട് മണത്തിട്ടാവണം. ഇതേ സമയത്ത് തന്നെ ജോജോയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നില്ലേ, ആ നമ്പർ എടുത്തുകൊണ്ട് നമ്മുടെ ഗൺസു അവന്റെ ഒരു സുഹൃത്തിന് അയച്ചു കൊടുക്കുകയാണ് ആ നമ്പറുള്ള ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ലൊക്കേഷൻ കിട്ടി നേരെ ഗൺസു അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ ജോലി ചെയ്യുന്ന സ്റ്റേഷൻ ഉണ്ടല്ലോ അവിടെ ഒരു കാര്യം സംഭവിക്കുകയാണ്. അതായത് അവന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഈ ഡിറ്റക്റ്റീവ് ചോയ് പിന്നെ വേറൊരു സ്റ്റാഫ്, ഇവർ രണ്ടുപേര് സ്റ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് ടേബിളിലായിട്ട് ഒരു എന്താ പറയാ ഫൈൻ ലെറ്റർ വന്ന് കിടക്കുന്നുണ്ട്. ഫൈന് വന്നിരിക്കുന്നത് മറ്റാർക്കുമല്ല നമ്മുടെ ഗൺസുവിനാണ്. അന്ന് അവന്റെ അമ്മയുടെ മരണാനന്തര ചടങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അവൻ കാറ് നിർത്തിയത് റോങ് ഡയറക്ഷനിലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ ആ ഒരു ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ അടക്കം ഫൈൻ അടക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് ലെറ്റർ വന്നിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു ഫോട്ടോ നോക്കിയ സമയത്ത് ഡിറ്റക്റ്റീവ് ചോയ് അവനെങ്ങനെ നോക്കിയിട്ട് പറയാണ്, അല്ല ഇതന്ന് അവന്റെ അമ്മയുടെ ചടങ്ങ് നടക്കുന്ന സമയത്തുള്ള ഫോട്ടോ അല്ലേ, ആ സമയത്ത് അവന്റെ കാറിന് ആക്സിഡന്റ് ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ, ആ ചടങ്ങും കഴിഞ്ഞ് 2 ദിവസത്തിന് ശേഷം ആക്സിഡന്റ് സംഭവിച്ചു എന്നല്ല അവൻ പറഞ്ഞത്. അപ്പൊ എന്തിനാവും നമ്മളോട് നുണ പറഞ്ഞത്? അവിടെ വെച്ച് ഡിറ്റക്റ്റീവ് ചോയ്ക്ക് ഒരു സംശയം തോന്നുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഗൺസു ജോജോ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ ആ ഒരു ക്രിമിനല് അവന്റെ ഫോണിലേക്ക് വിളിച്ച് അവന്റെ ആ ഒരു കൂട്ടുകാരന്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് എത്തി അവനിട്ട് നല്ല പെട കൊടുക്കുകയാണ്. അങ്ങനെ അവസാനം അടി കിട്ടിയ ഒരു പരിവായപ്പോ ഈ ജോജോയുടെ കൂട്ടുകാരൻ പറയാണ്, സാറേ എന്താന്ന് വെച്ചാൽ ചോദിച്ചാൽ ഉള്ളതുപോലെ പറഞ്ഞുതരാം. ഇപ്പൊ ഗൺസു ചോദിക്കാണ്, അല്ല നിന്റെ കൂട്ടുകാരൻ ജോജോ ഉണ്ടല്ലോ അവനും ഈ ഡിറ്റക്റ്റീവ് പാർക്കിമിനുമായിട്ട് എന്താണ് കണക്ഷൻ? അത് പിന്നെ സാറേ ആദ്യം പറയാമെന്ന് മടിച്ച സമയത്ത് പിന്നെയും കിട്ടുകയാണ്. അപ്പൊ ഈ കൂട്ടുകാരൻ ചങ്ങായി പറയാണ്, സാറേ ഈ ജോജോ എന്ന് പറയുന്നത് അത്ര നല്ല ആളൊന്നുമല്ല, അതിലേറെ ചില്ലറ മോഷണൊക്കെ ആയിട്ട് നടക്കുന്നവനാണ് എന്ന് കരുതി വലിയ മോഷണമൊന്നും അവൻ നടത്താറുമില്ല കേട്ടോ. ഒരു ദിവസം ഈ ഡിറ്റക്റ്റീവ് പാർക്കിമിന്റെ കയ്യിൽ നിന്നും അവനൊരു ചാവി മോഷ്ടിച്ചു. ആ ചാവി ഒരു സാധാരണ ചാവി ആയിരുന്നില്ല സാറേ. പിന്നെ നിങ്ങൾ എല്ലാവരും കരുതുന്ന പോലെ ഡിറ്റക്റ്റീവ് പാർക്കിമിന് ഒരു നല്ല ഓഫീസറൊന്നുമല്ല. ഇയാളുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാല് ഈ ക്രിമിനൽസിന്റെ കയ്യിൽ നിന്നും ഡ്രഗ്സ് വേട്ടയാടലാണല്ലോ. എന്നിട്ട് എല്ലാ ഓഫീസർമാരുടെ മുന്നിൽ നിന്നും സിങ്കിലേക്ക് ഈ പൊടിയിട്ട് വെള്ളമൊഴിച്ച് ഇതിനെ ഡിസ്പോസ് ചെയ്യലല്ലേ. എന്നാൽ ബാക്കിയുള്ള ഓഫീസർമാർക്ക് ആർക്കും അറിയാത്തൊരു പരിപാടി ഈ പാർക്കിമിന് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ സിങ്കിലെ വെള്ളം ഒലിച്ചു പോകുന്ന ഭാഗത്തായിട്ട് ഒരു ഡ്രം വെച്ചിട്ടുണ്ട്. ആ ഡ്രമ്മിലേക്ക് വന്ന ആ ഒരു വെള്ളം മുഴുവൻ ഇയാൾ പിന്നീട് കളക്ട് ചെയ്യും. എന്നിട്ട് ആ വെള്ളത്തിൽ നിന്നും ഇവർ ഡിസ്പോസ് ചെയ്തു എന്ന് കരുതുന്ന ആ ഒരു മയക്കുമരുന്നുണ്ടല്ലോ ഇത് പൂർണ്ണമായിട്ടും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് അത് ബ്ലാക്ക് മാർക്കറ്റിൽ വെക്കും. അങ്ങനെ ഇയാൾ കോടാനുകോടിയാണ് സാറ് സമ്പാദിച്ചു വെച്ചിട്ടുള്ളത്. ആ കാശ് ഇയാൾ ഒരു ബാങ്കിൽ വെച്ചിട്ടുണ്ട്. ആ ബാങ്കിന്റെ ലോക്കറിന്റെ ചാവിയാണ് നിർഭാഗ്യവശാൽ എന്റെ കൂട്ടുകാരനായിട്ടുള്ള ജോജോ മോഷ്ടിച്ചത്. ഒരു അബദ്ധമായിരുന്നു അവൻ കാണിച്ചത്, ചെയ്യാൻ പാടില്ലാത്ത കാര്യം. അല്ല ആ ഒരു ചാവി എവിടെയായിരിക്കുമെന്ന് ജോജോയുടെ കൂട്ടുകാരനോട് ചോദിക്കുമ്പോൾ മിക്കവാറും അത് അവന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ആയിട്ടുണ്ടാവും. കാരണം അവൻ മോഷ്ടിക്കുന്ന ഓരോ സാധനം അത് അവന്റെ ബോഡിയിൽ തന്നെയാണ് വെക്കാറ്. അത് അവന്റെ ഒരു ശീലാണ്. എന്തായാലും ഇപ്പോ ഈ കൂട്ടുകാരൻ ചെക്കനെ അവിടെ വിട്ടിട്ട് നേരെ ബോഡി എവിടെയാണോ ഉള്ളത്, അതായത് അവന്റെ അമ്മയുടെ ശവം അടക്കിയില്ല അവിടെ തന്നെയാണ് ഇപ്പൊ ആ ഒരു ബോഡി തുറന്നു വെച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു ബോഡിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ബോഡി നന്നായിട്ട് പരിശോധിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ഷേപ്പുള്ള ചാവി പോലെ എന്തോ ഒരു സാധനം ഇപ്പോ ഗൺസുവിന് അവന്റെ ആ ഒരു ബോഡിയിൽ നിന്നും കിട്ടുന്നുണ്ട്. ഇത് കൊടുത്ത് വരാൻ നിൽക്കുമ്പോഴാണ് ഈ ഗൺസുവിന്റെ മേത്ത് സംശയം തോന്നിയ ഡിറ്റക്റ്റീവ് ചോയ് അങ്ങോട്ടേക്ക് എത്തുന്നത്. ഇപ്പോ ഇവർക്കിടയിൽ ഒരു മൽപ്പിടുത്തം സംഭവിക്കുന്നുണ്ട്. അതിനിടയിൽ നമ്മുടെ ഗൺസുവിന്റെ കയ്യിൽ നിന്നും ആ ഒരു ചാവി നഷ്ടാവുകയാണ്. അതുപോലെ തന്നെ ഡിറ്റക്റ്റീവ് ചോയ് ഗൺസുവിന്റെ കയ്യിൽ വിലങ്ങ് വെച്ച് കാറിൽ വന്നിട്ട് ലോക്ക് ചെയ്യാണ്. എന്നിട്ട് എന്തിനാ നീ നുണ പറഞ്ഞേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് A to Z ഓരോ കാര്യങ്ങളും ഒരു നുണ പോലും ഇല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് ഗൺസ് ഇപ്പോൾ ഡിറ്റക്റ്റീവ് ചോയോട് പറയാണ്, എടാ പൊട്ടാ നീ ഇത്രയും വലിയ പ്രശ്നത്തിൽ പെട്ടുകിടുകയായിരുന്നു, ഒരു വാക്ക് നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടെ നിൽക്കില്ലായിരുന്നു. എന്തായാലും ഒരു പെൺകൊച്ചുള്ളയാണ്, ഞാൻ മനഃപൂർവ്വം നിന്നെ ഒരു അപകടത്തിലേക്ക് തള്ളിവിടുന്നില്ല, എന്തായാലും ഞാൻ ഇത് ആരോടും പറയാൻ പോകുന്നില്ല. അതുപോലെ ഈ ഗൺസുവിന് വന്ന ആ ഒരു എന്താ പറയാ ഫൈനിന്റെ ആ ഒരു ലെറ്റർ ഉണ്ടല്ലോ അതിലാണ് ഒരു പിക്ചറും കാര്യങ്ങളൊക്കെ ഉള്ളത്, അതെന്തായാലും അവന്റെ മുന്നിൽ വെച്ച് തന്നെ കീറിക്കളയാണ്, അവർ തെളിവില്ലാതാക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഡിറ്റക്റ്റീവ് ചോയ് വാക്ക് കൊടുക്കുന്നുണ്ട്, ഇതൊന്നും ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല എന്ന്. ഇതേ സമയത്തിന് ഗൺസുവിന് ഒരു കോള് വരുന്നുണ്ട്, മറ്റാരുമല്ല ഡിറ്റക്റ്റീവ് പാർക്ക് മീൻ തന്നെയാണ്. പാർക്ക് ഇപ്പോ ഗൺസുവിനെ വിളിച്ചിട്ട് പറയാണ്, ഡാ ഒന്ന് കാറിന്റെ പുറത്തേക്ക് ഇറങ്ങും, ഞാൻ നിന്നെ കാണുന്നുണ്ട്. എന്തിനാന്നിപ്പോ ഗൺസ് ചോദിക്കുമ്പോൾ അതൊന്നുമില്ല, നീ കാറിന്റെ പുറത്തേക്ക് ഇറങ്ങുക, ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. അങ്ങനെ കാറിന്റെ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഗൺസുവിനോട് പാർക്ക് മീൻ പറയാണ്, അത്ര പോരാ കുറച്ചുകൂടെ ഒന്ന് മുന്നോട്ടേക്ക് വാ. കുറച്ചുകൂടെ മുന്നോട്ടേക്ക് വന്നപ്പോൾ അതും പോരാ കുറച്ചുകൂടെ ഒന്ന് മുന്നോട്ടേക്ക് വരാൻ പറയുന്നുണ്ട്. അങ്ങനെ കുറച്ചുകൂടെ ആ ഒരു കാറിൽ നിന്നും ഡിസ്റ്റൻസ് വന്നതിന് ശേഷം ഇപ്പൊ ഈ പാർക്ക് മീൻ ഗൺസുവിനോട് പറയാണ്, ഞാൻ ഇനി നിനക്കൊരു സൂത്രം കാണിച്ചു തരട്ടെ, റെഡി 1 2 3 സ്റ്റാർട്ട്. ടപ്പേ എന്നുള്ളൊരു സൗണ്ട് കേൾക്കാണ്. പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഡിറ്റക്റ്റീവ് ചോയ് നിൽക്കുന്ന ആ ഒരു കാറുണ്ടല്ലോ അതിന്റെ മുകളിലേക്ക് വലിയൊരു കണ്ടെയ്നറിൽ ഒരു പീസ് വന്ന് വീണിരിക്കുകയാണ്. കാറും ചമ്മന്തി അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഡിറ്റക്റ്റീവ് ചോയും മരണപ്പെട്ടു പോയി. അതായത് ഈ രഹസ്യങ്ങളൊക്കെ അവൻ അറിഞ്ഞതുകൊണ്ട് തെളിവുകൾ ഇല്ലാതാക്കാനാണ് ഡിറ്റക്റ്റീവ് പാർക്കിമിൻ ഈ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. ഇത് കണ്ട സമയത്ത് ഗൺസു ആകെ ഷോക്കായി പോകുന്നുണ്ട്, ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ്. അതുപോലെ തന്നെ ഗൺസു ഒരു കാര്യം ഇപ്പോൾ പാർക്കിമിനോട് പറയുന്നുണ്ട്, ഇനി നീ എന്തൊക്കെ ചെയ്താലും കുഴപ്പമില്ലടാ, ഞാൻ കീഴടങ്ങാൻ പോവാണ്, സ്റ്റേഷനിൽ ചെന്നിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്നു പറയാൻ വേണ്ടി പോവാണ്. ഇതേ സമയത്ത് തന്നെ ഡിറ്റക്റ്റീവ് പാർക്കിമിൻ ഒരു കാര്യം പറയുന്നുണ്ട്, ഡാ നീ ഇങ്ങനെ എടുത്ത് ചാടല്ലേ, അതിനു മുന്നേ നീ എന്നോടൊരു കാര്യം ചോദിക്കേ, ഞാൻ എവിടെയാണല്ലേന്ന്. ഇപ്പൊ ഗൺസ് ചോദിക്കാണ്, നീ എവിടെയായാലും എനിക്ക് എന്താടാ, അതല്ല നീ ചോദിക്കുക എവിടെയാന്ന്. ഇതേ സമയത്ത് തന്നെ പാർക്കിമിന്റെ ആ ഒരു ഫോണിന്റെ ഉള്ളിൽ നിന്നും ഒരു ശബ്ദം ഇപ്പൊ ഗൺസ് കേൾക്കുകയാണ്. അത് അവന്റെ
സിസ്റ്ററുടെ ശബ്ദമായിരുന്നു. അതായത് പാർക്ക് മിൻ ഇപ്പൊ നിലവിലുള്ളത് അവന്റെ വീട്ടിലാണ്. ഇതറിഞ്ഞ സമയത്ത് ഗൺസുവിന്റെ മനസ്സ് പിന്നെ ഒന്ന് പെടയാണ്, കാളുകയാണ്. എന്തെങ്കിലും അനിയത്തിയും അതുപോലെ തന്നെ മോളും ഉണ്ട് വീട്ടില്, രണ്ടുപേരും എന്തെങ്കിലും ചെയ്തു കളയവന്. കാരണം ഒരു ക്രൂരമായിട്ടുള്ള മനസ്സാണ് ഈ ഡിറ്റക്റ്റീവ് പാർക്ക് മിന്നിന്. അവന്റെ ആ ഒരു കാശിന് വേണ്ടി അവൻ എന്തും ചെയ്യും. ഇപ്പൊ ആകെ സൗണ്ടിൽ ഇടറിയിട്ട് ഗൺസ് ഉറക്കൻ അലറി വിളിച്ച് പറയുന്നുണ്ട്, പാർക്കേ നീ എന്ത് വേണമെങ്കിൽ ചെയ്തു, എന്റെ കുടുംബത്തിൽ കയറി കളിച്ചാണ്ടല്ലോ, എന്റെ കൺട്രോൾ പോവും, പിന്നെ ഞാൻ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അതുപോലെ തന്നെ പേടിച്ച് ഗൺസു ഭയങ്കര വേഗത്തിൽ കാർ ഓടിച്ച് വീട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, പെങ്ങൾക്കും കുഴപ്പമില്ല, മോൾക്കും കുഴപ്പമില്ല. കാഷ്വൽ ആയിട്ട് ഡിറ്റക്റ്റീവ് പാർക്ക് മിനി ചുമ്മാ ഒന്ന് ഇവിടെ വന്ന് പോയിട്ടേ ഉള്ളൂ. അതായത് ഗൺസുവിനെ നന്നായിട്ടൊന്ന് ഭീഷണിപ്പെടുത്താൻ തന്നെ. എന്തായാലും ആ ഒരു ഭീഷണിയിൽ ഗൺസു നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ചൊരു കാര്യം ചെയ്യുന്നുണ്ട്. പെങ്ങൾക്ക് കുറച്ച് ടിക്കറ്റും കാര്യങ്ങളും എടുത്തു കൊടുക്കുകയാണ്. ഏതോ ഒരു റിസോർട്ടിലേക്ക് പോകാനുള്ളതാണ്. പെങ്ങളോടും ഹസ്ബൻഡിനോടും അതുപോലെ തന്നെ ഗൺസുവിന്റെ മകളോടും ഇവരോട് 3 പേരോടും വെക്കേഷനൊക്കെ അങ്ങോട്ട് പോകാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് കുറച്ച് ജോലിയുണ്ട്, അത് തീർത്ത ഉടനെ ഞാനും വരാന്ന് പറയാണ്. അതായത് ഫാമിലിയെ ഗൺസു ഒന്ന് സേഫ് ആക്കി വെക്കുകയാണ്. അതുപോലെ തന്നെ പിന്നീട് നേരെ സ്റ്റേഷനിലേക്ക് ചെന്ന് ഇപ്പൊ ഇവരുടെ ഈ പോലീസുകാരുടെ കയ്യിലുള്ള ബുള്ളറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് അവിടെ റെക്കോർഡ് ചെയ്യണമല്ലോ. അപ്പൊ പഴയ ബുള്ളറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പുതിയ കുറച്ച് ബുള്ളറ്റുകൾ ഇപ്പൊ ഗൺസു രേഖാമൂലം തന്നെ സ്റ്റേഷനിൽ നിന്ന് മേടിക്കുന്നുണ്ട്. അപ്പൊ അത് തിരിച്ചു വെക്കാൻ പോകുന്ന സമയത്ത് അവിടെ ഇപ്പൊ ആരുമില്ല. അവിടെ വെച്ച് ഗൺസു ഒരു കാര്യം കാണുന്നുണ്ട്. സ്റ്റേഷനിൽ ഒരു സമയത്ത് ഒരു വെപ്പണ് പരീക്ഷിക്കുന്നുണ്ടായിരുന്നില്ലേ, റിമോട്ട് വെച്ച് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ എക്സ്പ്ലോറേഷൻ മെറ്റീരിയൽ. ആ സാധനം ഇപ്പോൾ ഈ ഓഫീസർ അറിയാതെ തന്നെ ഗൺസു ഇപ്പോൾ അവന്റെ പോക്കറ്റിലേക്ക് വെക്കുന്നുണ്ട്. പിന്നെ ആ ഒരു ബുള്ളറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. ഇതുമായിട്ട് നേരെ അവൻ പുറത്തേക്ക് വരികയാണ്. മാത്രമല്ല അവന്റെ ആ ഒരു കാറിന്റെ ഡിക്കിയിൽ ജോജോ എന്ന് പറഞ്ഞ ആളുടെ ആ ഒരു ബോഡി ഉണ്ട്. ആ ബോഡിയിലേക്ക് ഇവൻ ഈ ഒരു ബോംബും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. മാത്രമല്ല ഇത് ഓൺ ആക്കാനുള്ള ആ ഒരു റിമോട്ട് ഉണ്ടല്ലോ, അത് ഗൺസുവിന്റെ കാറിന്റെ ആ ഒരു ചാവിയില്ലേ ഇതിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ ഡിറ്റക്റ്റീവ് പാർക്ക് മിൻ പറഞ്ഞ അതേ സ്ഥലത്തേക്ക് ഈ ബോഡിയുമായിട്ട് ചെല്ലുകയാണ്. അവിടെ എത്തിയപാട് തന്നെ പാർക്ക് മിന്നെ ഗൺസുവിന്റെ ശരീരം മുഴുവനായിട്ട് പരിശോധിക്കുന്നുണ്ട്. ആയുധങ്ങൾ ഉണ്ടോന്നൊക്കെ നോക്കുകയാണ്. ഇപ്പൊ ഗണ്ണുണ്ട്, ഗണ്ണെടുത്തു. അതുപോലെ തന്നെ ഗൺസുവിന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന ആ ഒരു കാറിന്റെ ചാവി എടുക്കുകയാണ്. അതെടുത്ത സമയത്ത് ഗൺസു ഒന്ന് പതറുന്നുണ്ട്. കാരണം അതിലാണ് ആ ഒരു ബോംബിന്റെ ചാവി ഉള്ളത്. അതുണ്ടെങ്കിൽ മാത്രമേ ബോംബ് ആക്റ്റീവ് ചെയ്യാൻ കഴിയുള്ളൂ. എന്തായാലും ആ ഒരു ചാവി ഇപ്പോൾ ഉള്ളത് ഈ ഒരു പാർക്ക് മിന്നിന്റെ കയ്യിലാണ്. പിന്നീട് പാർക്ക് മിൻ ഗൺസുവിനെ കൊണ്ട് തന്നെ ഈ ജോജോയുടെ ബോർഡ് ഇയാളുടെ കാറിന്റെ ഡിക്കിയിലേക്ക് വെക്കാൻ പറയുന്നുണ്ട്. മാത്രമല്ല ഗൺസുവിന്റെ കയ്യിൽ ആ ഒരു ഗണ്ണ് മേടിച്ച് അതിന്റെ ആ ഒരു ബുള്ളറ്റും കാര്യങ്ങളൊക്കെ താഴേക്ക് ഇടുകയാണ്. ഇതിനുശേഷം ജോജോയുടെ ആ ഒരു ബോഡി ഉണ്ടല്ലോ, ആ ഒരു ഇലക്ട്രോണിക് മെഷീൻ വെച്ച് ഇങ്ങനെ സ്കാൻ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഇതിങ്ങനെ ബീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പാർക്ക് മിൻ വിചാരിക്കുന്നത് ഇയാളുടെ ബോഡിയിൽ ആ ഒരു ചാവി ഉള്ളത് കൊണ്ടാണ് ബീപ്പ് ചെയ്യുന്നതെന്ന്. യഥാർത്ഥത്തിൽ അതൊരു ബോംബാണെന്ന് ഇയാൾ മനസ്സിലാക്കുന്നില്ല, അതായത് പാർക്ക് മിൻ. എന്തായാലും ഇതിനുശേഷം ഗൺസുവിന്റെ ആ ഒരു കാറിന്റെ ചാവി ഉണ്ടല്ലോ അത് അവന് കൊടുക്കുകയാണ്. എന്നിട്ട് പൊയ്ക്കോന്ന് പറയാണ്. അങ്ങനെ കുറച്ച് മുന്നോട്ടേക്ക് പോയ സമയത്ത് തന്നെ ഗൺസു ആ ഒരു റിമോട്ട് ആക്റ്റീവ് ആക്കുകയാണ്. അധികം വൈകാതെ ആ ഒരു ബോംബ് ഇപ്പോൾ ആ ജോജോയുടെ ബോഡിയിൽ വെച്ച് പൊട്ടാൻ വേണ്ടി പോവാണ്. എന്നാൽ നമ്മുടെ ഗൺസു കുറച്ച് മുന്നോട്ടേക്ക് പോയപ്പോൾ ഡിറ്റക്റ്റീവ് പാർക്ക് മിൻ പിറകിൽ നിന്നും അവനെ വെടിവെച്ച് കൊല്ലാൻ നോക്കുമ്പോഴേക്കും ഗൺസു അത് മനസ്സിലാക്കി പറയാണ്, ഡാ എന്നെ ഇപ്പൊ കൊന്നിട്ടുണ്ടെങ്കിൽ പണി പോകാൻ പോകുന്നത് നിനക്ക് തന്നെയാണ്. അതായത് സ്റ്റേഷനിലേക്ക് ഞാൻ എത്തിയിട്ടില്ലെങ്കിൽ എല്ലാ വിവരവും സ്റ്റേഷനിലേക്ക് പോകുന്ന രീതിയിൽ ഞാൻ അവിടെ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ എന്നെ ഇപ്പൊ കൊന്നിട്ടുണ്ടെങ്കിൽ പണി പാളും, നിനക്ക് പണി കിട്ടും. എനിക്കറിയാം നീ എന്നെ കൊല്ലുമെന്ന്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ്, നീ എന്നെ കൊല്ലടാന്ന് പറഞ്ഞിട്ട് ഗൺസു നിന്ന് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ പാർക്ക് മിൻ ഗൺസുവിനെ വെടിവെക്കുന്നില്ല. ഓക്കെ ഭാഗ്യമുണ്ട്, പൊയ്ക്കോന്ന് പറയാണ്. ഇതും പറഞ്ഞ് പാർക്ക് മിൻ അവന്റെ ആ ഒരു കാറിൽ കയറിയിരിക്കുന്നുണ്ട്. ഗൺസു ആണെങ്കിൽ അവന്റെ കാറിന്റെ അടുത്തേക്ക് എത്തുകയാണ്. ഇപ്പൊ ആക്റ്റീവ് ആക്കി കുറച്ച് സമയം കഴിഞ്ഞല്ലോ. ആ ഒരു ബോംബ് ഇപ്പൊ അതിന്റെ ഉള്ളിൽ വെച്ച് പൊട്ടുകയാണ്. അതായത് ആ ഒരു ബ്ലാസ്റ്റിൽ പാർക്ക് മിൻ പെട്ടുപോയി. ആ ഒരു വാഹനം അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ചെറിയ പുഴയിലേക്ക് ഉരുണ്ട് വീഴുന്നുണ്ട്. ഇപ്പൊ ഗൺസു അങ്ങോട്ടേക്ക് ഓടി ചെല്ലുകയാണ്. മാത്രമല്ല പാർക്ക് മിൻ അവന്റെ ആ ഒരു ഗണ്ണിലെ ബുള്ളറ്റുകൾ താഴെ കിട്ടില്ലേ, ആ ബുള്ളറ്റ് മുഴുവൻ എടുത്ത് അവന്റെ ആ ഒരു ഗണ്ണിലേക്ക് തന്നെ ഇടുകയാണ്. എന്നിട്ട് ആ ഒരു തടാകത്തിലേക്ക് നോക്കി കുറച്ചേരം അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇനി എങ്ങാനും അവൻ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരികയാണെങ്കിൽ വെടിവെച്ച് കൊല്ലാനായിട്ട് ഒരു 5-10 മിനിറ്റ് നിന്നു. പക്ഷേ ഇവൻ പൊങ്ങി വരുന്നില്ല. ഇവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്ന് മനസ്സിലായ ഗൺസു വേഗം തന്നെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവിടെ എത്തിയതിനു ശേഷം പെങ്ങളെ വിളിച്ചു നോക്കുന്നുണ്ട്. അവര് സേഫാണ്, കുഴപ്പമൊന്നുമില്ല. മോളെയും വിളിച്ചു, മോളും സേഫാണ്. ഇതിനുശേഷം സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് അവര് പോയ ആ ഒരു സ്ഥലത്തേക്ക് ഗൺസു പോകാൻ നിൽക്കുകയാണ്. എല്ലാം പാക്ക് ചെയ്തിട്ട് മെയിൻ ഡോർ തുറക്കുന്ന സമയത്ത് അവൻ വീണ്ടും ഞെട്ടുകയാണ്. ഒരു ഗതികേട് നോക്കണം, ആ മനുഷ്യൻ ഇപ്പോഴും ചത്തിട്ടില്ല. പാർക്ക് മിൻസു ഒരുമാതിരി വേറെ പിടിച്ച ചെകുത്താനെ പോലെ ഉള്ളിലേക്ക് വന്ന ഡിറ്റക്റ്റീവ് പാർക്ക് മിൻ ഉണ്ടല്ലോ, നമ്മുടെ ഗൺസുവിനെ നന്നായിട്ടിട്ട് പെരുമാറുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ആ ഒരു ചാവി എവിടെയാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്. കാരണം ആ ഒരു ചാവി പാർക്ക് മിന്നിന് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. അത് എന്തുകൊണ്ടാണെന്ന് സിനിമയുടെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാക്കാം. എന്തായാലും മടി കൊണ്ട് ഒരു പരുവായി നമ്മുടെ ഗൺസു തെറിച്ചു പോയിട്ട് വീഴുന്നുണ്ട്. ഇവന്റെ മേലേക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു ഷെൽഫ് വന്ന് വീഴാണ്. ഈ ഷെൽഫിന്റെ ഇടയിൽ ഗൺസു നേരത്തെ തന്നെ ഗണ്ണും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഗണ്ണ് ഇപ്പം അവൻ കാണുകയാണ്. അത് എടുക്കാൻ നോക്കുമ്പോഴേക്കും കാല് പിടിച്ച് പാർക്ക് മിൻ അവനെ പുറത്തേക്ക് വലിച്ചെടുക്കുന്നുണ്ട്. പിന്നെയും അവിടെ വെച്ച് രണ്ടുപേരും കൂടെ ഫൈറ്റ് തുടങ്ങുകയാണ്. പാർക്ക് മിൻസു ഓൾറെഡി കുറച്ച് അവശനായതുകൊണ്ട് തന്നെ ഗൺസുവിന് അവനോടൊന്ന് അടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട്. ആ അടി കൊണ്ട് പാർക്ക് മിൻ നിലത്തേക്ക് വീണ സമയത്ത് ഈ ഒരു ഷെൽഫിന്റെ ഇടയിൽ പെട്ടെടുക്കുന്ന ആ ഒരു ഗണ്ണ് പാർക്ക് മിൻ കാണുകയാണ്. ഇപ്പൊ രണ്ടുപേരും കൂടെ ആ ഒരു ഗണ്ണ് എടുക്കാൻ നോക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവല്. ഇതിന്റെ ഇടയിൽ ഗണ്ണൊന്ന് പൊട്ടുന്നുണ്ട്. ഇത് ആരെങ്കിലും മേത്ത് ബുള്ളറ്റ് കയറിയോ ഇല്ലയോന്നൊന്നും അറിയില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു അക്വേറിയം പൊട്ടിപ്പോയിട്ടുണ്ട്. ഒരു ഇത്തിരി നേരം കഴിഞ്ഞിട്ടും ഗൺസ് നോക്കുമ്പോൾ പാർക്ക് മിന്നിന് വലിയ അനക്കൊന്നുമില്ല. കാരണം പൊട്ടിയ ആ ഒരു ബുള്ളറ്റ് അവന്റെ ദേഹത്തൂടെ കയറിയിട്ടാണ് ആ ഒരു അക്വേറിയത്തിലേക്ക് പോയി തട്ടിയത്. എന്തായാലും ഇവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ഇതിനുശേഷം ഡിപ്പാർട്ട്മെന്റിൽ എന്താണ് ഗൺസ് ചെയ്തത്, അതുപോലെ തന്നെ എന്താണ് പാർക്ക് മിൻ ചൂ ചെയ്തത്, ഇവരെല്ലാം
ഇവരെല്ലാം ചെയ്ത കാര്യം ഡിപ്പാർട്ട്മെന്റ് മുഴുവനായിട്ട് മനസ്സിലാക്കുകയാണ്. പാർക്കുമിൻ നല്ല ഒരു ഒന്നാം തരം ക്രിമിനലാണ്. അവൻ ചെയ്ത ആ ഒരു ബ്ലാക്ക് മാർക്കറ്റ് ഡ്രഗ് ബിസിനസ് ഇതെല്ലാം പോലീസുകാർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗൺസുവിനെതിരെയായിട്ട് കുറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ ശിക്ഷയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല. പക്ഷെ നമ്മുടെ ഗൺസുവിന് ഈ ഒരു ജോലി ചെയ്യാനായിട്ട് ഇനി ഒരു താല്പര്യമില്ല, മടുത്തുപോയി. എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ തന്നെ ഇനിയിപ്പോൾ അതിന്റെ പേരിൽ ഇവൻ എല്ലാവരും കൂട്ടിയിട്ട് ഊക്കും. അപ്പൊ ആ ഒരു മടുപ്പിലാണ് ജോലി വേണ്ടാന്ന് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ചീഫ് പറയാണ്, എടാ ഒരു ചെറിയ തെറ്റ് പറ്റാത്തതായിട്ട് ആരുമില്ല എന്ന് കരുതി ഇതുപോലെ രാജിവെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ എന്തായാലും ഈ റെസിഗ്നേഷൻ ഇപ്പൊ സ്വീകരിക്കുന്നില്ല, ഞാൻ ഇതിവിടെ വെക്കുകയാണ്, നിനക്ക് എപ്പോൾ വേണമെങ്കിൽ തിരിച്ചു വരാം. ഓക്കെ സാറേ ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഗൺസു നേരെ അവന്റെ പെങ്ങളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അതുപോലെ തന്നെ അവന്റെ അമ്മയുടെ ആ ഒരു എന്താ പറയാ ശവക്കല്ലറയും കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് പുതുക്കി പണിയാണ്. അതിന്റേതായ ആ ഒരു മര്യാദ അവൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ, അതിന്റെ ആ ഒരു വിഷമം ഉണ്ടായിരുന്നു, അതിപ്പോ തീർക്കുകയാണ്. മാത്രമല്ല ഇപ്പൊ കൂടെ തന്നെ അവന്റെ പെങ്ങളുണ്ട്. ഇപ്പൊ പെങ്ങളോട് പറയണ, എടി നീ കുറെ നാളായില്ല ഒരു സ്ഥലം ചോദിക്കുന്നു, ചെറിയൊരു ഹോട്ടൽ തുടങ്ങാനായിട്ട് ഒരു കാര്യം ചെയ്തു. ഞങ്ങളുടെ സ്റ്റേഷന്റെ അവിടെ ചെറിയൊരു ബിൽഡിംഗ് ഉണ്ട്, ഞാൻ എന്റെ സീനിയർ ഓഫീസറോട് സംസാരിച്ചിട്ടുണ്ട്, നീ അവിടെ തുടങ്ങിക്കോ, എന്തായാലും അവരുടെ ആ ഒരു സപ്പോർട്ട് നിനക്കുണ്ടാവും. ഇത് കേട്ട സമയത്ത് നമ്മുടെ ഗൺസുവിന്റെ അനിയത്തിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. ഇപ്പൊ മകൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൺസ് ഇപ്പൊ അവളെ വിളിക്കുകയാണ്, മോളെ ഇങ്ങോട്ട് വാ, നമുക്ക് മുത്തശ്ശിയുടെ അടുത്ത് നിന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോവാന്ന് പറയാണ്. ഇപ്പൊ എന്തായാലും പ്രാർത്ഥിക്കാനായിട്ട് അങ്ങോട്ടേക്ക് വന്ന സമയത്ത് ഈ മോളുണ്ടല്ലോ അവളുടെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ താഴെ തന്നെ ഇടുകയാണ്. അങ്ങനെ ആ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇവർ തിരിച്ചു പോകുന്ന സമയത്ത് ഈ മോള് താഴെയിട്ട വസ്തുക്കൾക്കിടയിലായിട്ട് ഒരു കാര്യം ഇപ്പൊ ഗൺസു കാണുന്നുണ്ട്. അതായത് ആ ചാവി തന്നെ. എന്തായാലും ചാവി കൈ കിട്ടിയ സമയത്ത് ഗൺസുവിനൊരു പോതി എന്താണെന്ന് അറിയണല്ലോ, ആ ലോക്കറിൽ അവൻ എന്താ പൂട്ടി വെച്ചെന്ന് അറിയണല്ലോ. അതുകൊണ്ട് തന്നെ നേരെ ആ ഒരു ബാങ്കിലേക്ക് ഗൺസു ആ ഒരു ചാവിയുമായിട്ട് ചെല്ലുന്നുണ്ട്. എന്നാൽ ഒരു ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ബാങ്ക് ഒന്നുമല്ല, ഗ്യാങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ കൺട്രോൾ ചെയ്യുന്ന ഭയങ്കര സെക്യൂർ ആയിട്ടുള്ള ഒരു ബാങ്ക് സിസ്റ്റം തന്നെയാണത്. അപ്പൊ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ആൾക്കാർക്ക് ഓരോ ലോക്കർ മേടിക്കാം. അങ്ങനെ പാർക്കുമിൻ ഒരു ലോക്കർ മേടിച്ചിട്ടുണ്ട്. ആ ചാവിയാണ് ഇപ്പൊ നമ്മുടെ ഗൺസുവിന്റെ കയ്യിലുള്ളത്. ചാവി കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ മതി, ആർക്ക് വേണമെങ്കിലും ആ ഒരു കറക്റ്റ് ഷെൽഫ് തുറക്കാൻ കഴിയും. ഇപ്പൊ ഈ ചെറിയ ബാഗുമായിട്ട് ഗൺസ് ഇങ്ങോട്ട് വന്ന് ചോദിച്ചപ്പോൾ ഇതെന്തിനാ ഈ ബാഗ് എന്ന് ചോദിച്ചപ്പോൾ അതൊന്നുമില്ല, കുറച്ച് പണം എടുക്കാനാണ്. പണം എടുക്കാൻ ഈ ബാഗ് മതിയെന്ന് ചോദിക്കുകയാണ്. അപ്പൊ എന്താ കാര്യമെന്ന് ഗൺസുവിന് മനസ്സിലായില്ല. എന്തായാലും ആ ഒരു ചാവിയുടെ റൂം നമ്പർ വെച്ചിട്ട് പോയി തുറന്നു നോക്കുന്ന സമയത്തല്ലേ കാര്യം മനസ്സിലായത്. ആട്ടിയായിട്ട് കാശ് എടുക്കുകയാണ്. ഈ കാശാണ് ഈ കുഞ്ഞ ബാഗിൽ ഇട്ട് കൊണ്ടുപോകേണ്ടത്. അടിച്ചു മോനെ ജാക്ക് പോട്ട് എന്ന് പറയാണ്. എന്തായാലും ഈ കാര്യം കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുന്നുണ്ട്. ഇനി എന്തായിരിക്കും നമ്മുടെ ഗൺസ് ആ ഒരു കാശ് വെച്ച് ചെയ്യാൻ പോകുന്നത്? ഒരു കാര്യം ഉറപ്പാണ്, അവൻ എന്തായാലും നല്ലൊരു പോലീസുകാരനല്ല, കറപ്റ്റഡ് ആയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു കാശ് അവൻ എടുക്കാനുള്ള സാധ്യത നല്ലോണം ഉണ്ട്. അപ്പോൾ എന്തായാലും സിനിമ ഇവിടെ തീരുകയാണ്. കഥ നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ബൈ.